ഞാൻ വെൽ പ്ലാൻഡ് ആണ് കേട്ടോ. അതായത് എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ലക്ഷ്യപൂർവ്വം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എല്ലാ കോൺഫിഡൻസും എനിക്കുണ്ട്. ചിക്കൻ കഴിക്കുമ്പോ ചോരല്ലാതെ വേണം നമ്മൾ കഴിക്കാൻ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് ആണ് കിട്ടൂല. ജീവിതത്തിൽ ആദ്യമായിട്ട് പോയ മീന് കറി വെക്കുന്നത് ഇതാ പൊട്ടം. കോഴിക്കൊക്കെ വേണ്ട. ടേസ്റ്റ് കണ്ടിട്ട് ജിന്റെ അടുത്തേക്ക് വരും. ആരതാണ് കൂട്ടണേ? മോണ്ടന്റെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഞങ്ങൾ പറയാം എന്താ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊരു വെറൈറ്റി കുക്കിംഗ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അനുവാണ് ഗൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതേ ഗൈസ്, നമ്മൾ രണ്ടാളാണ് ഇന്നത്തെ കുക്കിങ്ങിന്റെ മെയിൻ ഷെഫായിട്ടുള്ളത്. ഇമ്മയും ഇമ്മയും ഒക്കെ അവിടെ കാണികളായിട്ടൊന്ന് നോക്കിക്കുന്നുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഷംനി വന്നിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാക്കണേ? ബാ, അത് ഇപ്പൊ തന്നെ ഞാൻ പേര് പറയില്ല. ആണോ? എന്നാൽ ഞാനിപ്പോ കഴിഞ്ഞിട്ടേ ഗൈസ് പേര് പറയുള്ളൂ. ഓക്കെ, എന്താ എന്നാ സാധനങ്ങൾ പരിപാടി തുടങ്ങല്ലേ ഗൈസ്? അതടന്നോട്ടെ. നമ്മള് എങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വെക്കണ്ടേ? ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല. ഇങ്ങനെ ടേബിൾ ഇങ്ങനെ വെക്കണ്ടേ അത് ഇങ്ങനെ വെക്കേണ്ടത്? ഇങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മള് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ഗ്യാസും സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാണ്ട്. ഗ്യാസും കൊണ്ടുവരണം, പിന്നെ സ്റ്റൗ ഇതൊക്കെ കൊണ്ടുവരാണ്ട്. അപ്പൊ വരി സാധനങ്ങളൊക്കെ എടുക്കാം. വേദിയിലേക്ക് കടന്നു വരും. ഇതൊക്കെ എകരത്ത് കയറി കുത്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അതേപോലെ ഞങ്ങളിപ്പോ മിഞ്ഞാന്നാണ് മംഗലാപുരത്ത് നിന്ന് തിരിച്ചു വന്ന ഞാനും ഉമ്മച്ചിയും ഇവിടെ വന്നപ്പോ നട്ടപ്പാതിരൊക്കെ ഉണ്ട്. ഇമ്മമ്മ ഒറ്റക്ക് ഉണ്ട് ഇവിടെ. ഒരു കജ്ജില് മുളവടിയും ഒരു കജ്ജില് മറ്റേ വെട്ടത്തിയും പിടിച്ചിരിക്കണേ. എന്താ ചോദിച്ചപ്പോ തോട്ടത്തിൽ നിന്ന് കൊച്ചിമുളിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചാണെന്ന് ഉമ്മ പറഞ്ഞില്ല. പൂച്ച വണ്ടി വന്ന് പേടിച്ചിട്ട് ഞാനും പേടിച്ചു. മോട്ടോടല്ലേ ഓ ഇതായിരുന്നു പോയിട്ട് അവനെ കാണാൻ ഒറ്റക്കിട്ടാണ് പോയി കഴിച്ച്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ അങ്ങനെയൊക്കെയാണ് ഈ സംഭവം. ഇനി നമുക്ക് സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വെക്കാം. അടുക്കള ലോക്കാക്കിയാണ് പോന്നിക്കണേ ഗൈസ്. വറക് അല്ല, അടുപ്പിലല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാ സാധനങ്ങൾ എടുത്തോ. ഇവിടെ തുറക്കട്ടെടാ. എന്ത് സാധനങ്ങളൊക്കെ റെഡിയാണ്. കണക്കുള്ള നോക്കിയാൽ മതി. ഞാൻ വെൽ പ്ലാൻഡ് ആണ് കേട്ടോ. അതായത് എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ലക്ഷ്യപൂർവ്വം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ലക്ഷ്യബോധം. അപ്പൊ എല്ലാ കോൺഫിഡൻസും എനിക്കുണ്ട്. അപ്പൊ ഉണ്ടാക്കണതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പറയില്ല പറഞ്ഞിട്ട് ലാസ്റ്റ് അത് ഞാൻ ഒരു പേര് ഇട്ട ഗൈസ് പറയാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. മമ്മച്ചി പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ച കുറച്ച് വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അതൊക്കെ ചേർക്കണാക്കി തരാം. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളവിടെ അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ എടുത്തോളി. നമുക്ക് ആദ്യം പുറത്തേക്ക് വെച്ചാണ് സെറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് നടക്കുള്ളൂ. അതങ്ങനെ തന്നെ പിടിച്ചാൻ പറ്റുമോ? കടാ അടിയത്തെ അതാ പോണ്. ചെമ്മന്റെ അടിയിലൊക്കെ എടി മണ്ണാവൂലേ എന്റെ അടിയില് ഗൈസ്. നേരെ മുകളിലാണ് തേങ്ങ അടക്കണത്. പൊളിഞ്ഞടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാം. കൊഞ്ഞടി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും വെക്കാം. ഗ്യാസ് സ്റ്റൗ എടുക്കുന്നു. സ്റ്റൗ ഗൈസ്, നമ്മളങ്ങനെ സ്റ്റൗ ഒക്കെ പുറത്തേക്ക് വെക്കാണ്. പുറത്ത് വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യം മുതൽ എല്ലാ പരിപാടിയും നമ്മൾ ആദ്യം തന്നെ നോക്കണം, നല്ല പരിപാടി നടക്കുള്ളൂ. ഞാൻ അവിടെ പോയി സാധനം എടുത്തോട്ടെ. മമ്മ സ്പൂണുകളും എടുത്തോളി, ചെറിയ ബൗളുകളും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. കാരണം മസാലകളൊക്കെ വേർതിരിച്ചേക്കാണ്. മസാലയൊക്കെ ഇതിനെന്തും പറ്റുമോ? ഇതിനെന്തും പറ്റുമോ? അല്ല, ക്ലോസ് ചെയ്ത് പിന്നെ ഗൈസ് ഒന്നും അറിയില്ല. അടുക്കളയിൽ കയറാത്തതിൻ്റെ കുഴപ്പമാണത്. ഉപ്പ് വേണ്ടേ ഗൈസ്? നമ്മളെ ഷംനാക്കണ പണി എടുക്കണ്. പൊടിയാളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഗൈസ്, ഓളെന്തിനാ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങളിപ്പോ ഓന് മുന്നേ ഉണ്ട് കേട്ടോ ഇതാക്കണേ. അപ്പൊ ഞങ്ങള് രണ്ടാളാണ് ഇന്നത്തെ കുക്ക് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതിൽ ആങ്കർ ആയിട്ട് ഒരാൾ വേണം. അത് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഓരോരുത്തർ
ഇടുന്നെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരു ആങ്കർ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷംന അവർകളെ ക്ഷണിച്ചിട്ടുള്ളത്. മുന്നേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഗൈസ് അതായത് എല്ലായിടത്തും നടന്നാണ്ട് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ അവർകളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ഗൈസ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതാക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിരിക്കണ്. മോണ്ടനാക്കണം അവൻ്റെ ചിക്കൻ കേൾക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു ചിക്കൻ തന്നിന് ഇതാക്കണേ. എൻ്റെ ചിക്കൻ ഇതാണ്. മോണ്ടൻ്റെ ചിക്കൻ കാട്ടിക്കൊടുത്താ രണ്ടാക്കൊരു ചിക്കൻ തന്നിക്കണ്. ഇനി ഇതെടുത്താണ് കേൾക്കണം. കേക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ. ഇത് കട്ട് ചെയ്യാതെ ഇങ്ങനത്തോടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം കേൾക്കട്ടെ ഞാൻ. മോണ്ടന്റെ പരിപാടി എന്തായി? മോണ്ട അവിടെ കടന്നു ഇരുന്നൊക്കെ കേൾക്കുന്നുണ്ട്, എന്താവും അറിയില്ല. ഇത് കണ്ടോണ്ടി ഇതൊരു വെറൈറ്റി സാധനമാണ്. എങ്ങനെ ചിക്കൻ കഴിക്കാൻ നമ്മളെ ഷംന ഇതിൽ നയിച്ച് അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ. തിന്നാ ഉണ്ടായാ മതി നീ സപ്പോർട്ട് ഞങ്ങൾ ഉണ്ടാക്കും. അതിനില്ല സപ്പോർട്ട് ഇങ്ങനെ ഉണ്ട്. എന്താണ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എന്താ? അതൊന്ന് ചോദിച്ചു നോക്കുക. അവിടെ ഒന്ന് ചോദിച്ചു നോക്കുക. അമ്മായിക്ക് സാധനങ്ങൾ കഴിക്കുമല്ലേ? അമ്മായി ഇവിടെ ചോറോ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മക്കളെ ഫുഡ് തിന്നാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇമ്മേ ഞാൻ തിന്നു, ഞാനും തിന്നു. ഇന്ന് ഞാനും തിന്നു. എന്തായാലും തിന്നു. അപ്പൊ ഗൈസ് ഇവിടെ രണ്ടാളൊന്ന് തെക്കും വടക്കും ഒക്കെ ഇരുന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കണേ? മോണ്ട കോപ്പി അടിച്ചത് ഗൈസ്. നമ്മൾ ഈ അരി കഴിക്കുമ്പോ അരിയല്ല ചിക്കൻ കഴിക്കുമ്പോ ചോരല്ലാതെ വേണം നമ്മൾ കഴിക്കാൻ, അല്ലെങ്കിൽ ആ ടേസ്റ്റാണ് കിട്ടൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിന്ന് കഴിഞ്ഞിട്ട് നിങ്ങളാണ് ഇതിന് പേരിടേണ്ടത്. അപ്പൊ രണ്ടാമത്തെ കേക്കലാണ് ഇവിടെ കേക്കൊണ്ടിരിക്കണേ. അനു എന്ന് പറയുകയാണെങ്കിൽ അനു എത്രാമത്തെ കേക്കലാ? ഒന്നാമത്തെ വെള്ളേറ്റ് പോകുന്നതാണ്. അപ്പൊ പൂച്ചുണ്ട് പോലെ ചിക്കൻ മാറിപ്പോവാടുന്നേ ഇവിടെ ചെന്ന തേക്കില്ലത്. അപ്പൊ ഒന്ന് അങ്ങോട്ടും പാഞ്ഞിക്കണ്, ഒന്ന് ഇങ്ങോട്ടും പാഞ്ഞിക്കണ്. ഈ ചിക്കൻ കേക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അടുക്കള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിയല്ല കേസ്. ഇതിനൊക്കെ ഒരു കലയാണ്, ഒരു ശാസ്ത്രീയമായ വശം ഉണ്ടാകുന്നുണ്ട്. ഉമ്മ നോക്കിയാ മോന്ത കൊത്തി ചിരിച്ചു. നല്ല കലയാണ്, നല്ല പണിയാണ്. വല്ലപ്പോഴും അടുക്കളയിൽ കയറണേ. എന്നെ കയറണം, നിങ്ങളോട് പറയല കേറണേ. അതാ നമുക്ക് പറയല്. മമ്മ ഇത് ഉണ്ടാക്കി കഴിയുമ്പോ മമ്മ നീച്ച് നടിച്ചൊരു സെല്യൂട്ട് തരും. എവിടെ അടി തരാൻ എവിടെയെന്ന് അറിയില്ല. എന്ത് മമ്മ അടി തന്നെ കേട്ടിക്കോ. ഫ്രെയിമൊക്കെ വരോ? ഓന്റെ ചിക്കൻ റെഡി ആയി തോന്നുന്നുണ്ട് കേട്ടോ. വരോ അഞ്ഞ് വെള്ളം ചെന്നിട്ട് കോയറി കഴിഞ്ഞോ? അപ്പൊ മോന്റെ കയ്യില് ഫസ്റ്റ് മുന്നിലാടാനോ ബേമ്പാ. ചിക്കൻ കേക്കിനീല് മുമ്പിലായിട്ട് കാര്യമില്ല. ഇതിൽ ലാസ്റ്റ് ഉള്ള ഇതാണ് വേണ്ടത്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് നിക്കണേ. അതിൻ്റെ ഉള്ളിൽ സോപ്പ് ഇട്ട് എന്തിനാ കേൾക്കണേ? കണ്ടോ? വെറുതെ അല്ല തിന്ന് കഴിഞ്ഞാൽ തൂറാൻ മുട്ടുന്നത്. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ചിക്കൻ കഴിയിട്ട് നേരെ സോപ്പിട്ട് കൈ കഴിക്കും. കുഴപ്പമില്ല. അതാണ് എന്റെ മുടിന്റെ സീക്രറ്റ്. സീക്രറ്റ് ഇത് ഞാൻ ഇത് മന്തി കാട്ടിക്കണേ. ഇനി എന്തെങ്കിലും അടുത്ത് കാട്ടട്ടെ. കത്തിയോടെ തുരുമ്പ് പിടിച്ച കത്തി. അതാണ് ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫുഡിന്റെ സീക്രറ്റ്. തുരുമ്പ് പിടിച്ച കത്തി. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയും വേണ്ടില്ലേ? നമുക്ക് ഇഷ്ടമുള്ള അളവില് ഇങ്ങനെ മുറിച്ചെടുക്കാം. വേണ്ട കട്ടിംഗ് ബോർഡൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യണം. ഹലോ ഉമ്മ കേട്ടാ. ഇത് ഇമ്മ ഗൈസ് ഇടയ്ക്ക് അനുവിനെ സഹായിക്കൂട്ടോ. കാരണം പാവം തോന്നിയിട്ട് അതിന് പറ്റൂല. അവിടെ പൊളിഞ്ഞാടി. ഞാൻ പറഞ്ഞില്ലേ അത് സ്വന്തമായിട്ട് നീച്ചിക്കാൻ വയ്ക്കണില്ല. എന്നിട്ട് ഓനെ സഹായിച്ചാൽ മതി. ചിക്കൻ പൊട്ടി തെറിച്ചതാ ഉണ്ടാക്കണേ തോന്നുന്നുണ്ട്. മോണ്ടൊക്കെ ചിക്കൻ അരി കത്തിയല്ലേ ഞാൻ കടിച്ചു എടുത്തോണ്ട്. ആണോ? കട്ടിമോട് എടുത്താനോ? അനു പറഞ്ഞാ കേക്കും. ഇത് മുറിച്ചോ? ഇത് മറ്റേ ഇതിന്റെ ഇതാണിത് കമ്പി. മുളക് തേച്ചുണ്ടാവും എല്ലാം മുറിച്ചുണ്ടാവും. കട്ടിമോട് കൊടുക്കണ്ടോ? മോണ്ടന് ഇനി കട്ടിമോട് വേണമെന്ന് കൊടുക്കണ്ട. തരാട്ടോ. കയ്യേറ്റ് മുറിച്ച് നോക്കാനൂന്റെ നീറ്റോക്ക. എടി അതിലല്ല കാര്യം ഞാനോട് പറഞ്ഞിക്കണേ. ലാസ്റ്റ് ചിക്കൻ ഉണ്ടായി വരുന്നില്ലാണ് കാര്യം. മമ്മ അവിടെ ഇങ്ങോട്ട് വരി. കണ്ടിട്ട് സഹിക്കാൻ വയ്യ അല്ലേ ബാബാ? ഉമ്മമാരെ സങ്കടം. ഇവിടെ വരി. ഇവിടെ ഈ ചിക്കനൊക്കെ പാടെ വേസ്റ്റ് ആയി പോകുമല്ലോ നമ്മമാരെ സങ്കടം. എങ്ങനെയൊക്കെ മുറിച്ചല് അല്ലേ?
നോക്കാം നമുക്ക്. ആദ്യമായിട്ട് ചിക്കൻ മുറിച്ചത് അല്ലല്ലോ, നമ്മള് കോഴിക്കടയിലൊക്കെ നിന്നല്ലേ. അല്ല കാണുമല്ലോ. ഫസ്റ്റ് അല്ലല്ലോ. ഞാൻ ഇത് ബാംഗ്ലൂരിൽ എനിക്ക് പണ്ട് തന്നെയാണ് ഈ പരിപാടി. കാരണം ബാംഗ്ലൂരില് ചിക്കൻ കറി ഇല്ലാതെ ആർക്കും ചോറ് വേണ്ട അറിയും. അപ്പൊ ഞാൻ തന്നെ ഉണ്ട് ചിക്കനും വാങ്ങിക്കൊണ്ടുവരും, കറിയും വാങ്ങിക്കൊണ്ടുവരും, പൊറാട്ടയും വാങ്ങിക്കൊണ്ടുവരും. ചിക്കൻ വാങ്ങിക്കൊണ്ടിട്ട് കറി ആക്കും ഗൈസ്. എന്നിട്ട് പൊറാട്ട ചപ്പാത്തി എല്ലാരും പൈസ കൊണ്ടു തരും, ഞാൻ വാങ്ങിക്കൊണ്ടിരും. അപ്പൊ മോഡല് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? എനിക്കെല്ലാം ഉണ്ട്. മസാല ശരിക്കും പിടിച്ചാണെന്നുണ്ടെങ്കിലേ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ നമ്മള് മുറിച്ചെടുക്കണം. അത് പിന്നെ കൂടുതൽ റീൽസ് തന്നെ സായിപ്പന്മാര് റീൽസ് ആയതുകൊണ്ട് ആ സ്റ്റൈലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകും. ആഴ്ച 100 ഉറപ്പുണ്ട്. കണ്ടോറ് വെറൈറ്റി ഇതുണ്ടോ, ഇനി കോഴിനെ പീഡിപ്പിച്ചാനൊന്നുമില്ല. കഴിഞ്ഞിരിക്കണം. ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞേ, ഇത് ബാംഗ്ലൂർ തെരുവിലത്തെ ഫുഡ് തിന്നിട്ടില്ലല്ലോ. ബാംഗ്ലൂർ തെരുവത്തെ ഫുഡ് തിന്നാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങണം. അതിന് കുറെ സായിപ്പന്മാരെ ഫുഡ് തിന്നിട്ട് കാര്യമല്ല. ആയാ മതി, ഞാൻ അവസാനം വരെ ഇവിടെ ഉണ്ട്. ടേസ്റ്റ് കണ്ടിട്ട് ജിന്റെ അടുത്തേക്ക് വരും. എങ്ങനെ ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിക്കണം? കഴിഞ്ഞോ? എന്റെ കയ്യിൽ ആ കട്ടിംഗ് ബോർഡ് എനിക്ക് കിട്ടണം. അപ്പൊ എനിക്ക് മാണ്ടില്ല ഇനിയല്ലോ ഇത്രയും നേരം. അത് ആദ്യം എല്ല് കട്ട് ചെയ്യാൻ കട്ടിംഗ് ബോർഡ് ആദ്യം സമ്മതിച്ചില്ലേ? എല്ല് കട്ട് ചെയ്യാൻ കട്ടിംഗ് ബോർഡ് വേണം. അനുവിന്റെ കൈയുണ്ട്, അനു കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ അല്ലേ? അവിടെ വെറുതെ എടുക്കണ സാധനം ഇനി ജോന നോക്കുന്നു. മോണ്ട് പഠിച്ചു അറിയാത്തോലും ആണെങ്കിൽ കണ്ട് പഠിച്ചോ ഗൈസ്. വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ കയറണം. അനു മോണ്ട് പോയി പാത്തെടുക്കാം. അവനവിടെ പോയി നിക്കട്ടെ. ഗൈസ് മഴ കയ്യോളം പെയ്യാതെക്കട്ടെ, അല്ലേലേ കറി വെള്ളം മഴയും കൂടി പെയ്ത് കഴിഞ്ഞാ ഉസാറാവും. പിന്നെ ആ കത്തി മോണ്ടനെ എടുക്കും വെട്ടാന് അരിയാന്. അങ്ങനെ പലതും പറയാനോ. കാട്ടിനണ്ടിട്ട് വാങ്ങിട്ട് വെട്ടാനാ തോന്നുന്നു. ഓനല്ല ചിക്കൻ. ഇന്ന് പൂച്ചക്ക് ബിരിയാണി. പൂച്ചക്ക് ബിരിയാണി അല്ലേ? സത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ ബൗൾ എടുത്തിക്കണേ. അതിനാണ് ഈ പാത്രത്തിൽ കിട്ടണേ. ഞാൻ ബൗള് മോണ്ടന് മമ്മ ഇങ്ങനെ തന്നെ അല്ലേ? ഞാൻ വാങ്ങിയ അനുവിന്റെ കട്ടിങ് പെർഫെക്റ്റ്. എന്റെ ബോർഡ് അപ്പൊ അനുവിന്റെ ഞാൻ മോണ്ടോ ഇത് ഓന്റെ മൈക്ക് 3/4 മണിക്കൂറൊന്നും എടുക്കൂല കട്ട് ചെയ്യാൻ. അതിപ്പോ കണ്ടപ്പോ തോന്നിയാ വലിച്ചിടാനുള്ളല്ലോ. ഇത് പെട്ടെന്ന് കഴിയും. വെട്ടാണേ പക്ഷെ ജിമ്മിനൊക്കെ പോണോണ്ട് ഇതൊക്കെ ഒറ്റ വെട്ടിനുള്ളൂ. മോണ്ടനെ ജിമ്മിനൊക്കെ പോണോണ്ടേ നിസ്സാരം. 2-3 പീസ് ഇപ്പൊ തന്നെ ആയി. ആ കൊടൽമാല എന്താ ഇങ്ങനെ ഉണ്ടോ? മൂർച്ചുണ്ട്. പക്ഷെ ഇതൊക്കെ കൈയേറ്റ് വെട്ടിയിട്ടാണ്. എടി അതാണ് അതിന്റെ ടേസ്റ്റ്. അതിനെ ആർക്കൊക്കെ അരിഞ്ഞു വെച്ചിക്കണ മോണ്ടനെ അരിഞ്ഞു വെച്ചിക്കണ പീസാക്കിയാ മതി. മോണ്ടൻ നേക്കിലുള്ള കളിയാണ്. എങ്ങനെയായാലും മിണ്ടി പോയത് ഇങ്ങനെ എല്ലാരും കഴിച്ച് ഈ ഷംനി മുന്നി എല്ലാരും ഉമ്മ എല്ലാരും കഴിച്ച് അനുവിന്റെ ഭാഗത്താണ്. അനുവിന്റെ ഫുഡാണ് കഴിച്ച് അടിപൊളി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോ ഇമ്മി ക്ലാസ് എടുക്കരുത് എന്തൊക്കെ ഇല്ലേ എന്താറിയോ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം പിന്നെ എന്തേലും ഒക്കെ ഉണ്ടാക്കും. ചായയും കൂടി അനുവിന് ഉണ്ടാക്കാൻ അറിയില്ല. മീനും പൊടിച്ചിനല്ലേ ചെന്നാള് പോയ മീനൊക്കെ ഓനും അർഷുവിന്റെ ഏട്ടനും കൂടി ഉണ്ടാക്കി കണ്ടില്ലേ? എന്താ കാട്ടിക്കണറിയോ ഗൈസ്? ജീവിതത്തിൽ ആദ്യമായിട്ട് പോയ മീന് കറി വെക്കണത് എന്താ പൊട്ടം. പൂച്ചയൂടി നിന്നില്ല, പൂച്ചയൂടി നിന്നില്ല. കോഴിക്കൊക്കെ വേണ്ട. ഞാൻ തിന്നിട്ടോ, ഞാൻ കടിച്ചു പിടിച്ച് തിന്നത് കളയാൻ പറ്റൂലല്ലോ. പൂച്ച കൂടി വേണ്ടത്. അപ്പൊ നമ്മൾ അനു ബോളില് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിക്കണെങ്കിൽ
എല്ലെടുക്കില്ല ഇതെന്താ വേണ്ട വേണ്ട എല്ലിട്ടടാ ആ ഫോണ് അതാ ആ guys. ഇറച്ചി പണിക്കാരങ്ങനെയാണ് അറിയോ നമ്മളുണ്ടല്ലോ ഒരു പണി എടുക്കുമ്പോ ആ പണിയിൽ അലിഞ്ഞു ചേരണം അതിപ്പോ ചിക്കൻ മേത്തായോ കറി മേത്തായോ മൂക്കും തുടക്കും എങ്ങനെ തലയും ഇതാക്കും തലയും ചൊറി മൂക്കിലും മാന്തു ബാംഗ്ലൂർ എന്ന് പറഞ്ഞില്ലേ അവിടുത്തെ സ്ട്രീറ്റുകളിൽ ഇതാണ് ഇതാണ് പരിപാടി അത് കണ്ടിട്ടാണോ അങ്ങനെ ചെയ്യണേ ഓന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിക്കൻ കേക്ക് പറ്റും അപ്പൊ എല്ലാം ഉണ്ടായിക്കന്നടാ ഇല്ലാണോ അല്ല ഞാൻ അല്ലപ്പ ആർക്കാ പൂമോളെ മസാലകൾ ആരെ വകപ്പ നിക്കുക ആരോ ഞാൻ പോകണ്ടേ അപ്പൊ അപ്പൊ നമ്മള് ഞാനല്ലാതെ പിന്നെ ആര് ഇതെത്ര ഉണ്ടാവും 500 500 കാരണം ചോദിച്ചാൽ കാരണം ഓന് 1 കിലോന്റെ കോയിന്റെ റെസിപ്പിയാണ് കണ്ടിക്കണ് 500 അതോ മോണ്ടല്ല 1 കിലോന്റെ അതിൽ 500 അവിടെ പോയി പെന്റെ ഉള്ളില് ആണോ 500 250 അവിടെ ഒരു 300 കൂട്ടി ആയിക്കോട്ടെ ഞാൻ ഇന്റെ അളവിൽ എടുത്തോണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പെടുക്കുക അളവ് പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞുതരാം നമ്മള് ആദ്യം തന്നെ കുറച്ച് ഉപ്പെടുത്താണ്ട് ഇടുക ഉപ്പെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ലേസം നമ്മൾ ചിക്കന്റെ അളവ് നോക്കിയിട്ട് വേണം അതൊക്കെ ഇടാന് പക്ഷെ ഓന്റെ യൂട്യൂബിലെ ചേച്ചി 1 കിലോനാണ് ഉണ്ടാക്കിയത് എന്റെ ചേച്ചി 1 കിലോനാണ് ഇതാക്കിയത് അപ്പൊ അതിനനുസരിച്ച് ഞാൻ തന്നെ ഇതാക്കിയാണ് മഞ്ഞപ്പൊടി നമ്മള് വീട്ടിലുണ്ടാക്കിയ മഞ്ഞപ്പൊടിയാണ് അപ്പൊ കുത്തല് കൂടുന്തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടൊക്കെ ഞങ്ങളാണ് നോക്കണേ ഇനി നമ്മള് അതായത് ഉപ്പിട്ടും മഞ്ഞപ്പൊടി ഇട്ടും ഇനി നമ്മൾ വേണ്ടിയത് കാശ്മീരി മുളക് പൊടിയാണ് ഓന്റെ പണി എന്താന്ന് കഴിയട്ടെ കളർ കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് ഏകദേശം ഒരു ഇത്തിരി കൂടി ലേസം തുള്ളി ഓക്കെ ഇത് നമ്മളിടാം എന്നിട്ട് എന്ത് ചെയ്യാം ഇത് മാറ്റിയേക്കാം അതിക്ക് നമ്മൾ ഇനി ഇതെടുക്കാം ഇതിന്റെ പേരെന്താ മല്ലിപ്പൊടിയോ മല്ലിപ്പൊടി ഇതേപോലെ 1 സ്പൂൺ ചേർക്കാം ലേശം കൂടി ഇടാവാണെങ്കിൽ അല്ല ഇല്ല നമുക്ക് നോക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിൽ പെപ്പർ എടുക്കാം പെപ്പർ ഇതേപോലെ 1 സ്പൂണ് ചേർക്കാം എടാ എനിക്ക് ഓൾറെഡി ഒരു പറയലുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പൊ നമ്മള് ഇത്ര സാധനങ്ങൾ ചേർത്തു ഇനി അതില് ഉമ്മ വെളുത്തുള്ളി ജിഞ്ചറോടെ ഉമ്മ ചതച്ചുണ്ട് പറഞ്ഞിനി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ചതച്ച് വെച്ചിക്കണേ ഓൾറെഡി ഉമ്മ ചതച്ചാണ്ട് ഫ്രിഡ്ജിൽ കുറെ കാലങ്ങളായിട്ട് വെച്ച സാധനം പൈസ കൊടുത്ത് വാങ്ങാന്നൊക്കെ പറഞ്ഞാലേ അതന്നെ അതാണ് സാധനം ചിക്കന്റെ മണല്ലേ ചിക്കന്റെ മണം തോക്കൊണ്ണം നല്ല വരുന്നേ കജ്ജിയാണത് പച്ചച്ചൂരിക്കൊക്കെടാ പിന്നെ പച്ചർച്ചല്ലേ അത് ജിഞ്ചർ ജാറിലേക്ക് പേസ്റ്റ് വരുന്നുണ്ട് കമോൺ വേമ്പരി എടാ ഇങ്ങക്ക് വേണ്ടി ചർച്ച വെച്ചോന്നല്ലേ ഇവിടെ പതിവായി ചർച്ച വെക്കണം ഞാൻ അതിന് കരിവേപ്പിന്റെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെളുത്തുള്ളി ജിഞ്ചർ ചതച്ചത് അത് വെളുത്തുള്ളി ഇത് ഇഞ്ചി അപ്പൊ രണ്ടാണോ കണ്ടുപിടിച്ചാ ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിന്റെ തീട്ടാ ഓക്കെ അവിടെ ചൊളിഞ്ഞു വിട്ടോളി ഇനി നമ്മൾ പ്രൊഫഷണൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ഇത്ര ജിഞ്ചർ ഇതൊന്നും ഞാൻ പറഞ്ഞു എന്നോട് ബാംഗ്ലൂർ ചിക്കനിൽ ഈ ഉള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ അത് സ്വന്തം മേക്കഡ് സാധനങ്ങള് ഓക്കെ ഒന്നുമില്ല ഇതൊന്നുമില്ല ഇതിന്റെ ഭാഗത്താണ് പറഞ്ഞാല് നമ്മള് ഈ വെളുത്തുള്ളി ഇത് ചതച്ചത് വെച്ചു പിന്നെന്താ ചേർത്തത് അതിനെ ഇത് വെളുത്തുള്ളി മറ്റേ ജിഞ്ചർ അത് രണ്ടും ഇതിൽ ചേർത്തു ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് ഇത് അതിക്ക് പിന്നെ ഇതാക്കണ് ഇത് ജിഞ്ചർ അരച്ചത് ഇനി നമ്മൾ എന്ത് ചെയ്യാ ഒരു നാരങ്ങ നമ്മള് കട്ട് ചെയ്യാ ഞാൻ നമ്മള് നാരങ്ങ കട്ട് ചെയ്യാ നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാക്കണ് ഒരു നാരങ്ങന്റെ പകുതി മതിയാവും ഈ സാധനം എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കുരുമാണോ കുരൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മൾ ഇത് ഇതാക്കി
ഒരു 12 മിനിറ്റ് ഇതിൽ പെട്ടീനി. ഒരു ഇതുവരെ ആരും ആടാക്കണ കണ്ടിട്ടില്ല. പക്ഷെ അതിന് വെറൈറ്റി ട്രൈ ചെയ്യാം. ഇങ്ങനെയൊക്കെയല്ല ഓരോന്ന് പുതിയ ഡിഷുകൾ ഉണ്ടാവുക. അവിടെ നിരീക്ഷിച്ച് ഇനി നമ്മൾ ചുണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. ആ ഞാൻ കണ്ടു പഠിച്ചാടാ പാചകേ. ഗൈസ് നമ്മൾ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടോ. ഇത് നല്ല രസം ഉണ്ടെങ്കിൽ നാളെ അത് പെരയില് ചായക്കടിക്ക് ചായക്കടിക്കോ രാവിലെ കറിയാണ് അവള് ഉദ്ദേശിച്ചത്. ചായക്ക് അതായത് പപ്പ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കും. സൈഡായിട്ട് രസം ഉണ്ടെങ്കിൽ മോണ്ടനെ ആ ചോറിനുണ്ടാവും. ഇതിങ്ങനല്ലോ ചിക്കൻ കറി ഉണ്ടാക്കണേ അല്ലല്ലോ ഗൈസ്. ഇത് ഇവര് ഇമ്മ എങ്ങനെയല്ലല്ലോ ഉണ്ടാക്കല്? ഇമ്മ എങ്ങനെയല്ലോ ഉണ്ടാക്കല്? അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറെ കറി വേണ്ടേ? അപ്പൊ ഓള് രണ്ടാളും ഇങ്ങനെയല്ല ഉണ്ടാക്കല്. അപ്പൊ ഞാനാണ് ഇത് ആദ്യമായിട്ട് ഈ പേരിൽ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമ്മൾ പൊരിച്ചാൻ ഇങ്ങനെ കാക്കിങ്ങാണ്ടാണ് വെക്കല് ഫ്രിഡ്ജില്. അത് പൊരിച്ചുമ്പോ ഇത് പിന്നെ എണ്ണയിലാണ്. ഓക്കെ. ഇവന്റെ മണക്ക് വരുമ്പോ തന്നെ ഗൈസ് ഇത് എന്തോ പ്രൊഫഷണൽ സംഭവമാണ്. നല്ലൊരു അടിപൊളി സംഭവമാണ് എനിക്ക് തോന്നുന്നുണ്ട്. തുടക്കത്തിലൊന്നും ഓന അങ്ങനെ തോന്നിയിട്ടില്ലേ? നല്ല മണം, നല്ലൊരു മണുണ്ട്. അടപ്പാണോ അടച്ചേക്കാനേ? ഞാൻ കുക്കായി ചത്തിട്ടില്ലെങ്കിൽ ഞങ്ങള് റിവ്യൂ പറയും. അടപ്പാണോ ഇതിന്റെ അടപ്പിടിക്ക്. എത്ര മിനിറ്റാണ് മാഗ്നേറ്റ് ചെയ്തൊക്കെ? ഇതൊരു 10-12 മിനിറ്റ്. ഇനിയല്ലേ നമുക്ക് മെയിൻ പരിപാടി എന്തറിയോ? ഉള്ളി അരിയണം. വെല്ലുള്ളി അരിഞ്ഞിട്ട് അത് ഓയിലിട്ടാണ്ട് വരട്ടി ഇതാക്കി എടുക്കണം. അപ്പൊ ഓനത് മൂടിയൊക്കെയാണ്. അപ്പൊ എന്റെ നെക്സ്റ്റ് പരിപാടി ഇതൊക്കെ എങ്ങനെ അറിയണേ? യൂട്യൂബ് നോക്കിയോ? ഇതൊക്കെ എന്താ ചേച്ചി ഫുൾ സപ്പോർട്ട് ചെയ്യുന്നോനെ. ഗൈസ് നമ്മക്ക് ഇത് പറഞ്ഞുതരാനേ ഒരു ചേച്ചിയില്ലാനി. ഇത് നമ്മള് സ്വന്തമായിട്ട് പഠിച്ചതാണ്. ഒരു നിവൃത്തിയില്ലാതെ. അല്ല എനിക്ക് ബാംഗ്ലൂരിൽ വെച്ചിട്ടുണ്ടാക്കി. അതെ അല്ല, ആരും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്താ കാട്ടിയെന്ന് അറിയോ? കുറച്ച് ചിക്കനും കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടായിന്. ഞാനിതൊന്ന് കൂട്ടി ആദ്യം ഇത് അങ്ങനെ വെച്ച് നോക്കി. പിന്നെ ഞാൻ ഫോണിലും കുറച്ച് നോക്കി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഉണ്ടാക്കി. ഇന്ന് ഞാൻ എയിലും നോക്കിയില്ല. ഇതുണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രസം ഉണ്ടാവും. എടാ ഇതേത് മുളക്? ഇതേത് മുളക്? കാശ്മീരി എരുള്ളതോ? എരുല്ലാത്ത. അപ്പൊ ഗൈസ് ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കണില്ല. ഇത് നമ്മൾ മാറ്റി വെക്കണം. ഇതെന്താ? മല്ലിപ്പൊടി മലയാളത്തിൽ പറയും. അങ്ങനെ അറിയാ? ബാംഗ്ലൂർ കൊത്തമല്ലി എന്നാണ് പറയാം. ഞാൻ വേറെ കാര്യം പറഞ്ഞത് ഗൈസ്, ആ പൊട്ടൻ ചിക്കൻ മസാല കൂട്ടാതെയാണ് അത് വച്ച് വെച്ചിരിക്കുന്നത്. ചിക്കൻ മസാല അവിടെ ഉണ്ട്. ചിക്കൻ മസാല വേണ്ടേ? ആണോ? ഞാൻ പൊട്ടിച്ചാ ഞാൻ അതിന്റെ ടേസ്റ്റ് പോയി അറിയും. നിങ്ങളായിട്ട് കരുവോ? അതാണ് ഗൈസ് ചിക്കൻ മസാല. ചിക്കൻ അല്ല ഇത്. എനിക്ക് തോന്നിക്കണം പറഞ്ഞിട്ട് ചിക്കൻ കറി കൂട്ടിക്കണം തോന്നുന്നുണ്ടോ? എന്തോ വെള്ളത്തിൽ ചാലിച്ച കറി മയക്കല്ലേ? ചിക്കൻ മസാല കൂട്ടിയില്ല. ഇന്ന് ചിക്കൻ അല്ല ഇടണേ. എരിയുള്ള മുളക് പൊടി ഇമ്മാനെ ഞാൻ അവിടെ എത്തിയില്ലേ? ഇങ്ങോട്ട് വരണ്ട. എരിവുള്ളതല്ലേ? നോക്കിയും കണ്ടു. കുട്ടികളൊക്കെ സ്കൂൾ കൂടാണ്ട്. ഞാൻ കാണിച്ചു ശംന. പണിയെടുക്കൂലോ. അങ്ങനെ മോണ്ട നല്ല മുളക് പൊടി ആഡ് ചെയ്ത് ഓനൊക്കെ പാകത്തിന് ഇടണുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞപ്പൊടി. ഇത് അളവൊക്കെ നോക്കി നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് മറ്റേ ഇങ്ങനെ ഇടുമല്ലോ. അത് പാടില്ല. മല്ലിപ്പൊടി. ചിക്കൻ മസാല ഇടുമോ? അയിജിപ്പൊ കൊണ്ടെന്ന് വെച്ചില്ല മോണ്ട. ഞാൻ കുരുമുളക് ഇട്ടില്ലല്ലോ. ഞാൻ ആ ടൈം കൊണ്ട് ഇതാക്കണു. ഉള്ളി അരിയട്ടോ. ഈ ഒരിടത്തേക്ക് ചെന്നളാ. ഞാൻ ഉള്ളി അരിയട്ടോ. ഉള്ളി അരിഞ്ഞിട്ട് കരഞ്ഞിട്ട് വേണേ നമുക്ക് കാണാം. ഓന് ഉപ്പും വേണ്ട, കത്തിയാണ്. എല്ലാത്തിനും വിരോധാണല്ലോ. ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ ഇതൊന്നും ഇല്ലല്ലേ? ബാംഗ്ലൂരിലെല്ലാം കൈപ്പണിയാണ്. മയത്തിലൊക്കെ കൊയക്കേ. ഈ മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് ഇത് തന്നെ കുഴക്കണം. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തേലും ആഡ് ചെയ്യാണ്ട് എന്തേലും കുറവുണ്ട്. പിന്നെന്താ സാധനങ്ങൾ കുറവുണ്ട്. എല്ലാ പിന്നെ ചെന്ത എഴുതിയേ? ഇനി ചെന്നിട്ടുണ്ട് ഇതുവരെ ഇടാത്ത സാധനമാണ്. പറഞ്ഞു കൊടുക്ക്. ഇതേ മുളക്, കാശ്മീരി മുളക് ഞാൻ ഇട്ടു. ഇതാ ഇങ്ങളത് കണ്ടിട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാവും. പിന്നെ റിപ്പീറ്റ് അടിച്ച് മല്ലിപ്പൊടി ഇട്ടുട്ടോ. പിന്നെയോ ചിക്കൻ മസാല ഇട്ടു. അപ്പൊ എന്റെ കണ്ടിട്ട് തന്നെ ചെയ്യണോലും ഉണ്ടാവുകയെ.
ബോഡി അവിടുന്ന് ഇത് റെഡി ആവും മുന്നേ ഞാൻ മോഡന്റെ പാടേ അവന്റെ ടീം ജയിച്ചണ്ടേ അല്ലേ ഓ ശംന മോഡന്റെ ടീമാ വേണ്ട 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 ബാംഗ്ലൂര് എന്നൊക്കെ പറഞ്ഞപ്പോ കഴിച്ച് നമ്മൾ ലേശം വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം അളവ് വേണേ കഞ്ഞാ എടി ഇതൊക്കെ അങ്ങക്ക് തോന്നും ഇത് കഞ്ഞിയാണോ അതോ ചമ്മന്തിയാണോ ഒക്കെ തോന്നും മുന്നേ മാറുന്നു അരിയാണ് കേസ് അല്ല ഈ ഒരു സിറ്റുവേഷൻ നിന്നിട്ട് എന്ത് പറ്റിയാലും നിങ്ങളല്ല ചെലവ് അതാ വെള്ളം പാർന്ന് ഹോസ്പിറ്റൽ ചെലവൊക്കെ ഇവിടുന്നല്ലേ ഒരു ഹോസ്പിറ്റലും ഇല്ല ഇതൊക്കെ അതേപോലെ അല്ല വെള്ളം പാർന്നു ആ വെള്ളം കൊണ്ടുപോയി ചിന്തണം കേട്ടോ രണ്ടാമത് അങ്ങനെ തന്നെയല്ലേ പറയുക. അല്ല ഈ മസാല കൂട്ടിയിട്ട വെള്ളങ്ങളെ വെള്ളം പാരെ കുറച്ച് കൊണ്ടുപോയി ചിന്ത പിന്നെ മസാല ആഡ് ചെയ്യാ അതന്നെ ഒരു പണിയായില്ലേ ഇത് നമ്മൾ പാകം ആവണ വരെ കഴിച്ച് അത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണം ചൊയ്ക്ക് അങ്ങനെ ഭാര്യയെ ഇതെന്തോ ഒരു കുറവുണ്ടല്ലോ അനുവാലോക്കണ്ട അല്ല ഞാൻ സഹായിച്ചാനേ പോണ്ട ഇല്ല ഇല്ല ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള മാറ്റണ്ടടാ അനു ഏതായാലും മോന് ഇതെനിക്ക് തോന്നണതേ മുളകിടും കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് കൂട്ടി ഇറക്കിയിട്ട് വെള്ളം പാർന്ന് കഴിക്കണമൊന്നുമില്ല അനു ഒറ്റ കൂട്ടാതെ കൂട്ടിയാണൊക്കെ ശരിയാക്കി വെച്ചിക്കണ് പച്ചച്ചോയിൽ കഴിക്കണം മോന്റെ ആവേശത്തിലും പറഞ്ഞു പോയി നമ്മളെ ടീമാടാ ജയിച്ചണ്ടേ മോളെ ചെറിയാപ്പൂനോട് വോയിസ് കൊണ്ട് നേരത്തെ കാലത്ത് വന്ന കുട്ടീനൊക്കെ നല്ല നോക്കുകൊണ്ട് ഞാൻ ചത്താലും വേറെ കെട്ടരുത് അതിനെന്താ അറിയോ ഓല് തിന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന അതെന്താ വിഷം ചേർക്കണ്ട അതില് ഓന് ആറാമത്തെ മിനിറ്റിലാക്കി മുന്നേ പോവാ ഓക്കെ ഇതിന്റെ മസാല കൂട്ടിയാക്കല് കഴിഞ്ഞിട്ടോ കഴിഞ്ഞു. ഇത് നമുക്ക് റെസ്റ്റിന് വെക്കണം ഞാൻ ഇതിന്റെ പരിപാടി അനു പോയി അല്ല മോന്റെ അവിടെ പോയി അനുവിന്റെ അപ്പൊ അങ്ങനത്തെ ഒരു പാത്രം കൊടുത്തൂടെ ഓന്റെ ഇതേ കൂട്ടി അത്രയും ചെറുതാക്കിയാക്കാരെ പോലെ എടുത്ത് ഗൈസ് ഇതിപ്പോ ഞാന് ഉള്ളി അരിഞ്ഞു വെച്ചു ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രോട്ടീനാ ആ അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം വേണ്ടല്ലേ ഈ ഉള്ളിന്റെ മറ്റേ സോനിയാണ് കണ്ടെത്തുട്ടോ ലാസ്റ്റ് ഓ അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് നെഗറ്റിവിറ്റിക്കൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ നെഗറ്റീവൊക്കെ ആൾക്കാരുണ്ട് ഞാൻ മറന്നു അതൊക്കെ അരിയണിനെ മുന്നേ ശരിയാക്കണ്ടേ ശരിയാക്കണേ ഇടയ്ക്ക് രാവിലെ നീച്ച് വെല്ലിമാന്റെ അമ്മായിന്റെ ഒക്കെ ഒന്ന് പോയിരിക്കുക ഉള്ളിന്റെ എവിടെയെങ്കിലും കളിയുണ്ടോ തിന്നാൻ നേരത്ത് തിന്നാണ്ട് കുറ്റുണ്ടെങ്കിൽ പറയാൻ വെക്കും മമ്മ ഒരു കല മുമ്പ് നമ്മളെ ഇതിന്റെ അംഗീകരിച്ചണം അതന്നെ ഇനി മോന്റെ അമ്മായി എന്തേലും കുറ്റം പറഞ്ഞ ഓന്റെ കറി കൊണ്ടുപോയി ചൂടാക്കി കൊടുക്കുക പിന്നെ എന്തേലും കുറ്റം പറഞ്ഞ നിങ്ങൾ അത് കൊണ്ടുപോയി ചൂടാക്കി കൊടുക്കുക കിടിലാട്ടോ ഇത് നല്ല നമ്മളത്ര വരൂല മോട്ടെ ചെന്നിനെ പേടിച്ചത് ഇതിലെന്താ അറിയോ ഒരു വൃത്തിയായിട്ട സ്മെല്ല് അതായത് മറ്റേ ഇഞ്ചിന്റെ സ്മെല്ല് അതല്ലേ സെറ്റ് നല്ല വലിയൊരു നല്ല പച്ചച്ചൂര് വരുന്നുണ്ട് ഇല്ല പിന്നെ നല്ല പച്ചച്ചൂര് വരുന്നുണ്ട് അല്ലേ എന്തൊക്കെയോ പക്ഷെ ആ ചോറ്റിപ്പാലിലാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അയച്ചു പറയാൻ കാരണം അങ്ങനെ ഇതുവരെ തക്കാളി കഴിഞ്ഞോ ഇത് തക്കാളി അല്ലതേ ഉള്ളിയാണ് ഉള്ളി ഒന്നടാ ഒന്നമോട്ടത് അഞ്ച് അത് കട്ടില്ലാതെ അത്രയും സ്ലൈസ് ആക്കിയിട്ടാണോ അരിയണ് അതുകൊണ്ടാണ് അരിനെ മറ്റേ ഇതൊന്നും കളഞ്ഞിട്ടില്ല അത് ഇപ്പഴാ കളയുന്നു ലാസ്റ്റ് അത് ഞാൻ കാട്ടി കൊടുത്തത് മാണ്ട വെച്ചിരുന്ന മാണ്ടല്ലേ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും കേട്ടോ ചെയ്യണത് ലാസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യേണ്ടത് അത് അരി എടുക്കുമ്പോ തന്നെ അതിന്റെ ഇതൊക്കെ നോട്ട് ചെയ്തോണ്ടിട്ട് മോൻ എങ്ങനെയാണ് എടുക്കണത് അതിനെ അരിഞ്ഞ് നമ്മളൊക്കെ ഉള്ളി നടു മുറിച്ചിട്ടല്ലേ അരിയ നടു പൊളിച്ചു അങ്ങനെ അങ്ങോട്ട് അരിയൽ തുടങ്ങിയിരിക്കണം അവിടെ പഠിച്ചു അനു ഉള്ളിയരിയില് മാറ്റി നമ്മള് ഉള്ളി വയറ്റട്ടെ ഉള്ളി വയറ്റട്ടെ നോന കട്ടിമോട് ഫ്രീ ആക്കി കൊടുത്തളാ ഇതിലാദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചണം ആ ഓയിൽ എടുത്താണിമ ഇജാതി സവാള സവാള പാത്രത്തിൽ മാറ്റിത്താ എന്നാ ഞാൻ എടുക്കാണി പണി ഞാൻ ഉള്ളി മുറിച്ച് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയേക്കാണ് എന്നിട്ട് ഈ കട്ടിംഗ് ബോർഡ് ഓൺ കൊടുക്കട്ടെ എന്താണ് എടുക്കണ അപ്പം മോണ്ടനാകുമാണ് അത് ശ്രദ്ധിച്ചി ഞാൻ കണ്ടിക്കണേ ഞാൻ പിന്നെ ഒരേ പണീനല്ലേ പൊട്ടത്തിയെ അല്ലാതെ ഓന് അൽഫാമും ഞാൻ ഷവർമ അല്ലല്ലോ ഉണ്ടാക്കണേ അത് കുഴപ്പമില്ല ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മളെ ടീമൊക്കെ നടക്ക് ആ അങ്ങനെ തന്നെയാണ് നടക്ക് അത് രണ്ടും ഒന്നടാ അല്ല പിന്നെ അൽഫാമും അല്ല പൂമോളെ ആ കലം വെള്ളം നീക്കിച്ചാ പിന്നെ വേണമെങ്കിൽ എടുക്കാൻ പിടിക്കച്ചളാ ഇത് അവിടെ സ്ഥലമില്ലല്ലോ ഉള്ളി വെട്ട ആ കുറെ സ്പൂണുകൾ വെക്കണം അവിടെ അതുപോലെ കളക്കേണ്ടി വരും നീ നമ്മളെടുത്തിട്ട് ഓല പോയിട്ട് പോയി അറിയാം എന്തിനാ പറഞ്ഞേ നമ്മൾ ഇതിക്ക് ഒരു ഉള്ളി ആദ്യം നമ്മൾ എടുക്കുക ഒരു ഉള്ളി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്
അല്ലാ അപ്പൊ പോയി കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യാം. പൊളിച്ച തൊലി പൊളിച്ച് എന്നിട്ട് കഴിച്ച് നമ്മൾ ഇതിന്റെ തൊലി ഇങ്ങനെ പൊളിച്ചാണ് നമ്മള്. എന്നിട്ട് ഇതുമ്പോ ചളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചളി കഴിക്കും വേണം. ഇല്ലെങ്കിലും വീണോ ഇല്ലെങ്കിലും കഴിക്കണം. എന്നാലും ഞാൻ പറയാ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ അതും കട്ടിങ്ങാണ് ഇതുണ്ടാക്കിയാലേ ഞങ്ങള് വിശ്വസിച്ചൂല. ഞാൻ അടുപ്പ് കത്തിച്ചാൻ പോവാട്ടോ. ഗ്യാസ് കത്തിച്ചാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇതിന് അവിടെ നല്ല ഉള്ളി കേട്ടോ. കുറ്റി പറഞ്ഞു കത്തി കത്തി. ഓക്കെ ഗൈസ്, ആ അത്ര തന്നെ ഉള്ളു. നമ്മൾ കത്തിച്ചിരിക്കുകയാണ്. ഇനി ഇതാണ് മാറ്റിയേക്കാം. ഇനി ചട്ടി ഒന്ന് ചൂടാട്ടെ, എന്നിട്ട് വേണേ നമുക്ക് ഓയിലേക്ക് വെച്ചാൽ. എന്നാ കൊണ്ട് നേരത്തെ സാധനം കളഞ്ഞു. ഞങ്ങളെ ടീമിനൊരു ലക്ഷ്യമുണ്ട് അല്ലേ? അതെ. പിന്നെ ആദ്യം ഷെഫായോണ്ട് അതൊക്കെ സിമ്പിൾ. ഇങ്ങനെയാണ് അതിന് ഉള്ളി അരിയാ. അതൊന്നും നമ്മക്ക് വേണ്ട. എല്ലാരും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെന്താ വ്യത്യാസം? അതാണ് ഗൈസ്. എന്റെ ചട്ടി ചൂടായിട്ടോ. ഞാൻ സ്പ്രേ ചെയ്യണം. ഇല്ല ഇതാക്കണ്. ഇനി അകലും പാലിക്കണം. പൊട്ടിത്തെറിച്ചൂലേ? മതി മതിയാടാ. ആര് അനു ചേർത്തെടുത്തു ചട്ടിയോ? ആ ചട്ടി ഓൻ ഗൈസ് ഫുള്ള് എല്ലാ സാമഗ്രികളും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെയല്ല, നമുക്ക് പരിമിതികളുണ്ട്. നമ്മളെന്താ പറയുക, പ്രോപ്പർ ആയിട്ടുള്ള രുചിയും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്ക് നമ്മൾ ചെയ്യണം ഗൈസ്. ഏത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോ പാളി കഴിഞ്ഞാലും സന്തോഷം ഉണ്ടല്ലോ. ഒക്കെ ആഡ് ചെയ്തിട്ട്. അതെ അതെ, എല്ലാം ആഡ് ചെയ്തെന്ന് പറയാലോ. ഇവനെന്താ തുമ്മി കളിച്ചിന്? അതെന്താ പുകയിന് എന്തൊരു പാറ്റ ഒന്നടി ചാടി പൊരിഞ്ഞു. നോക്കാം. പുകയിന് അതൊന്ന് വേഗം ഇതാക്കുവോ? അതോ പുകയുന്നുണ്ട്. ഞാൻ എന്റെന്ന് കേട്ടിട്ടേ സാധാരണ എല്ലാവരും ഉള്ളി അടിച്ചുമ്പോ കറിയായില്ല. ഇപ്പം തുമ്മിനാക്കണ്. അത് ഉള്ളിയുടെ അതില് ചട്ടി ചൂടാവട്ടെ. പുക വന്നില്ലേ? ഇനി ഗൈസ് നമ്മള് ഉള്ളി ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മള് നേരെ പൊട്ടിയൊക്കെ തെറിച്ചിട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. പൈച്ചുണ്ട് ഓലുണ്ടാക്കി എന്തെങ്കിലും തിന്നാന്നല്ല രീതിയിൽ നിൽക്കുകയാണ്. പൈച്ചുണ്ട് ഓലുണ്ടാക്കി എന്തെങ്കിലും തിന്നാന്നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഉള്ളിയില് തിന്നേ ഉള്ളിയില് പൈച്ച പിന്നെ എന്തെന്നാലും രസക്കാര ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഉള്ളിയിൽ ഒരു സാധനം ഇട്ടാ പെട്ടെന്ന് ഉപ്പല്ലേ നാടാക്കി കൂടെ കുറച്ചുകൂടി കഴിഞ്ഞോ? തുമ്മല നമ്മള് തോക്കല്ലേ മുന്നേ ചാടോന്റെ. ഓനങ്ങനെ ഉള്ളി ഒരു ഉള്ളി മതി നമുക്ക്. അവിടെ 1.5 ഉള്ളി എടുത്തില്ലേ? ഒന്നറിയോ വയറ്റെടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം. അവിടെ 1.5 എടുത്തടി പാറ്റേ. അത് ഇനി നമ്മൾ അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കി. കാരണം പ്രകൃതി ആകുമ്പോൾ നമുക്ക് ഓരോരോ പാറ്റേണൊക്കെ തരും. ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ വിടുക. പാറ്റ ഫ്രൈ നോക്കാം. ഒന്ന് ഇളക്കല് നിർത്ത്. ഒന്ന് ശ്വാസം വിട്ടെ. ഉള്ളി ചൂടാട്ടെ. ഉള്ളി ചൂടാകാനായിക്കല്ലേ ഇളക്കിട്ട് ഇളക്കി. ഉള്ളിക്ക് ചൂട് കൊടുക്കാനായിക്കണില്ല, ഇളക്കല്ലേ. എല്ലാം ചോദിക്കുന്നുണ്ട്. എത്ര ഉപ്പുണ്ടാവും, എത്ര പഞ്ചാര ഉപ്പും പഞ്ചാര ഒട്ടിട്ട് തന്നെ പഞ്ചാര എന്തിനാണ്? ഞാൻ ഓനെ ടീമിൽ എടുക്കും കരിഞ്ഞു. നമ്മള് കുക്കറില നമ്മള് കുക്കർ അടച്ചൊന്നും വെക്കൂല, തുറന്നിട്ടിട്ടാ പരിപാടി. ആവിയിലാണ് പരിപാടി. ഇതിന്റെ ഗൈസ് ഉള്ളി ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിട്ട് നമ്മളിത് കുറച്ചേരം ഒന്ന് അടച്ചു വെക്കണം. അതിന് ഇതിന്റെ അടപ്പടമ്മ ഇതോ മോണ്ടടുത്തോണ്ടായി അതാ എടാ അത് എടുക്കലടാ. നമ്മളിത് ഒരു കുറച്ച് നേരത്തിന് ഇതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് വയലട്ടെ, അല്ല വയറ്റട്ടെ. വയലിട്ട് മറ്റേ ഈ ചൂടാക്കുന്ന സാധനം ചൂടല്ല കത്തിച്ചിന് സാധനം അവിടെ ഉണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളെ ടീം കുക്കർ കത്തിച്ചിട്ട് മുന്നേറാണ്. നമ്മളൊക്കെ പഴയ കാലത്ത് കാലം കൊണ്ട ഫ്രൈ പാൻ വേണ്ട, പഴയ കുക്കർ മതി. പിടിച്ചാൽ സാധനം വേണം. കയ്യില്ലേ ഇത് വേണം, ഇറക്കി വേണം. കൈക്കലകണ്ട മതിയോ? കൈക്കലക്കണ്ടെങ്കിലും തരും. അത് മാത്രമാണ് മുത്തേ. അത് പെരിയിലെത്തിയിട്ടില്ല. ഈ മസാല ഒന്ന് ശരിക്കും പിടിക്കാനുണ്ട്. കാരണം ഈ ചട്ടി ചൂടായിട്ട് നമുക്ക് കാണിച്ചു തരാം, വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമ്മള് എന്ത് ചട്ടി ചൂടായി നമ്മള് ഗൈസ് ഇങ്ങനെയാണ് നോക്കും.
എനിക്ക് കയ്യില് ചെങ്ങ ചട്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ വള്ളം വലിയും ആണോ ഉണ്ടാക്കി ഗൈസ് നമ്മള് ഇതെന്തോ ഇല്ല ആമോയില് ഇത് കൊണ്ട് പറഞ്ഞു പോയില്ല. ഗൈസ് ഇത് നമ്മള് കുറച്ചെടുക്കുക എന്നിട്ട് ആ എണ്ണ കഴിച്ച് ഒന്ന് ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്റെ എന്താ വയറ്റിക്കൊണ്ട് കണ്ടിട്ട് തിരക്കെല്ലാം തോന്നുന്നുണ്ട്. എടാ എന്താ ബെന്നെന്താ നോക്ക് അല്ല പിടിച്ചത് പൂമോളെ ആ ചട്ടകം മോണ്ടനാക്കി കൂടെ അതുകൊണ്ട് അനുവിന്റെ എടുത്തോ എടുത്താക്കിക്കോ. ഇത് നമ്മളിങ്ങനെ ഇടുക എടാമേ വെച്ചിട്ടാ ഇറക്ക ചട്ടകം. ആ ചട്ടകം അല്ലടാ കഴിച്ചോട്ടെ. നമ്മക്കാ മതിയേ ഇത് അടിയില് വരെ ഉഗ്ഗാക്കാനാ. മസാല വണ്ടിക്ക് കിട്ടിട്ടോ പിന്നെ പോയി അവിടുന്ന് എന്റെ പിടിച്ചോ ടേസ്റ്റ് ഞങ്ങൾ ആരും തരൂല. ഈ മസാല ഐസ് ആക്കണേ. അത് ഇട്ടാക്കല്ലോ നിന്റെ മസാല എടുത്തിട്ടൊന്നു നിനക്ക് വേണ്ടാ പുന്നേതാ കൂട്ടാ നാരങ്ങ കുരു ഇതാക്കണ അതില് അയക്കും മറന്ന നാരങ്ങ കഴിക്കല. ടേസ്റ്റ് വേണ്ടേ ഇതിപ്പോ എന്തായി ഇത്? ഇവിടെ ഏകദേശം ആയോണ്ടൊക്കെയാണ്. ഇവിടെ മത്സരമായിട്ടോ ഞാനും അതേപോലെ ഇത് വരട്ടിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. ഉള്ളി നമ്മള് പെട്ടെന്നാവും. അത് വേണ്ട അത് ഞാൻ ഇടൂല. അത് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയാ ആ ഉള്ളിന്റെ ഒരു കാരുണ്യുണ്ട് ഫസ്റ്റത്തെ അതാണ് അതിന്റെ ടേസ്റ്റ്. അത് പോകും. ഈ ഇടക്കിടക്ക് പാറ്റി കൊടുക്കണ്ടേ? ഇടക്കിടക്ക് ഞാൻ വെളിച്ചെണ്ണ മാറ്റി കൊടുക്കണ്ടേ? വെളിച്ചെണ്ണ എന്താ പാറ്റി കൊടുക്കണേ? അനുവിന്റെ അതുകൊണ്ട് ആ പെട്ടെന്ന് ഉള്ളി പിന്നെ ഉള്ളിലിട്ടിട്ട് ഒരിക്കലും ഉള്ളി വാട്ടരുത്. ഉള്ളി എപ്പോഴും നമ്മളുണ്ടല്ലോ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഉള്ളി വാട്ടാൻ. എന്നാലും ആ ഉള്ളി കറക്റ്റ് ഒരു കാപ്പി കളറായി കിട്ടുള്ളൂ. അല്ല നിന്റെ കരിയും. എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഒന്നുമില്ല. ലാസ്റ്റ് ഞാൻ ഇന്നേ വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് കരിഞ്ഞ മണം വരുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. കൊടുക്കണ്ടേ തീ കുറക്ക്. പൂമോളെ തീ കുറച്ച് കൊടുക്ക്. ഇത് ഈ ഷംന കേറുന്നോണ്ട് ഇന്റെ ഇത് മൊത്തം പാളാണ്. പാളാണ്. ഇതെന്തിനാ പൈപ്പ് വേണം പൂമോളെ? പെട്ടെന്ന് ആയോണ്ട് അല്ല എന്റെ കുറച്ച് കരിഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നതാ. ഞാൻ എനിക്ക് പുതിയ തരാം. ഏയ് വേണ്ട. അപ്പൊ എനിക്ക് അങ്ങനെ കാപ്പിയല്ല കറുപ്പയിക്കണ്. അല്ല എനിക്ക് കരിയാ വേണ്ടിയത്. എന്തൊക്കെയോ ഉണ്ട് ശബ്ദ. നമ്മളിതൊക്കെ മൂടി വെച്ചാ പെട്ടെന്ന് വാടൂലേ? ഇതിങ്ങനെ ആട്ടി ആട്ടി വാടിച്ചണം. ഈ ബിരിയാണി വെക്കുമ്പോ കണ്ടിട്ടില്ല ഈ അതിന്റെ മുകളിലിരുന്ന് അങ്ങനെ 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 കാട്ടണം. ഇമ്മ മിന്നിക്കണേ പോയി. അല്ല അത് ഈ ഫുഡ് ഉണ്ടായിട്ട് കാര്യമില്ല. അടുക്കളയിൽ വേറെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല. എന്തിനാ എല്ലാം ചപ്പാത്തി മാത്രം തിന്നാ. ചപ്പാത്തി ഞാൻ നേരെ ഉണ്ടാക്കണേ. അപ്പൊ അതുമില്ല. അപ്പൊ അതും പോയി. റേഷനറിയില്ല പ്രതീക്ഷ ഉണ്ട്. ഇത് നല്ലോണം കഴിച്ചില്ലേ? അത് ശരി. അനുവിന്റെ ഇല്ല, ഇത് കരിഞ്ഞോ? ഇത് നല്ലോ ആവണേ. എങ്ങനെ നല്ലോ വയലാണത്. അല്ല വയറ്റണം. അതിന് കരി ചട്ടി തിരിച്ചക്കടാ. ഇത് കറക്റ്റ്. ചട്ടി മലത്തേക്ക്. ഇത് കറക്റ്റ് ഒന്നല്ല. ഇത് പച്ചയാണ്. കൈകൊണ്ട് ഇതുണ്ടോ? അത്. ഇതിങ്ങനെ എടുത്തുന്ന പച്ചയാണ്. ആ പച്ചയാണ്. ഇടയ്ക്ക് ഇങ്ങനത്തെ പൊള്ളലൊക്കെ ഉണ്ടാവും. ഇതാരാ? പച്ചയാണത്. അറിയാം അറിയാം. ആ സോപ്പ് ഇടാൻ പോയിക്കാ അവിടുന്ന്. കാര്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അല്ല എങ്ങനെയാണെന്ന് അപ്പൊ അമ്മാനോട് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോ. ഗോ യുവർ സീറ്റ്. ഞോ ജയിച്ചാ പറയും നിങ്ങള് പറയും പറയേ കണ്ടോ? പറയും. ഇല്ല എനിക്ക് സപ്പോർട്ടും കിട്ടിയിട്ടില്ല. ആ തന്നെ എന്താണ് ഷംന ഉപ്പിന്റെ അളവ് പറഞ്ഞു. ഇമ്മാർക്ക് തന്നു. ആ ക്യാമറ ബേസ് എടുത്ത് കാരണം ഞാൻ ഉപ്പിന്റെ അളവ് പറഞ്ഞു കൊടുത്തു. ഉണ്ടാക്കി കൊടുക്കൊന്നല്ല. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതന്നെ ഞാൻ എന്നോട് പറഞ്ഞേക്കണം. കരിവേപ്പിന്റെ അല്ലേ മോട്ടോ? ഇല്ല 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 അമ്മാതിരി ഒരു പ്രകൃതി വിരുദ്ധനാണ് കൊണ്ട് കരിയേപ്പിന്റെ എലിയും എലിയൊന്നും ഇല്ല ഇതില്. ഉപ്പിടുവോ? തീ തന്നെ കുറവാ. എന്നിട്ട് അപ്പൊ ബാക്കി കോഴിയെ ആ കോഴി എന്താകും ആവോ? അങ്ങനെ ഒരാളെ ഭാഗത്തല്ലേ നിക്കണ്ടേ? അതാണ് ഏറ്റവും ടേസ്റ്റ്. ഓലെ ഭാഗത്ത് സത്യം ഞാൻ പറയില്ല. അല്ല നമ്മക്ക് രണ്ടാളും പറയാണ്ട് ഉള്ളതുള്ള പോലെ പറയണം. ഞാൻ അതേമാതിരി ആരതാണോ അത് പറയണം. പറയും. അതിപ്പോ നിങ്ങളെ മക്കളെ നോക്കൂല. കുറ്റുണ്ടെങ്കിൽ പറയും. കുറ്റുണ്ടെങ്കിൽ പറയും. കുറ്റുണ്ടെങ്കിൽ പറയണം. രണ്ടിൽ ആരതാണ് രസം പറയണം. അരുവിന്റേതാണ് ഇന്റെ ആണോ രസം എന്ന് പറയണം. അതിനിപ്പോ എന്താ ഡൗട്ട്? അതിനെന്താ? അതിനകത്ത് പറയട്ടെ.
ഇറക്കാനോ കരിയും ഗൈസ് ഇതൊന്ന് സെറ്റ് ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇന്റെ ഉള്ളി വെക്കണ ഇവിടെ വാടി കഴിഞ്ഞിക്കണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ തക്കാളി ഇടുക. തക്കാളി മുളകും നമ്മുടെ നേരത്തെ അരിഞ്ഞ് വെച്ചിക്കണ്. അത് നമ്മൾ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുത്തതിക്ക് ഒരു സ്പൈസി ഫുഡാണ് നിലവിലെ അറിയുന്നത്. മുളകും നമ്മൾ ഇട്ടിക്കണ്. ഇനി ഇത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. അനുവിന്റെ എന്തായിരുന്നു പറഞ്ഞു കൊടുത്തു? ഇന്റെ ഇതാക്കണ ഗൈസ് നമ്മൾ ബിരിയാണിന്റെ മുളക്കൂടില്ലേ കുറച്ച് സാധനങ്ങൾ, അതാണ് ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി ഒന്നുകൂടി ഒന്നാവട്ടെ, 2 മിനിറ്റ് കൂടി. ഞാൻ മോണ്ടോ പോട്ടോ മതി. ഞാൻ രണ്ടാളപ്പോ ആരോ നല്ലതാ അതിന്റെ മുന്നേ നല്ലതിന്റെ നല്ലതിന്റെ പക്ഷെ മുന്നേ മോട്ടറിന് അന്യൊന്നുമില്ല. അനക്ക് ഇന്റെ ചിക്കൻ കണ്ടിട്ട് എന്താ തോന്നുന്നു? കൊളായിരുന്നു ഇന്റെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? സെറ്റാണ് അത് മണം അടിപൊളിയാ. ആ ഉള്ളി കരിയുണ്ടടാ. ഏയ് ഇതാവണം സെറ്റ് ആവണത്. സെറ്റ് കരി ചോറ്റി പറഞ്ഞതാണ് ഒരു ഡൗട്ടായത്. ഞാൻ ഇതില് സെറ്റ് ആക്കും. പച്ച ഇല്ലടാ അത് ഞാൻ അതില് സെറ്റ് ആക്കും. പക്ഷെ ഇത് അടിപൊളിയാ. ഇതിന്റെ സ്മെല്ല് അടിപൊളിയാ. എനിക്കറിയാം അതിലെന്താ പറയാ മറ്റേ പേസ്റ്റ് ഇതൊക്കെ ഉണ്ട്, അതാണ് ആ സ്മെല്ല് വരുന്നത്. ഉണ്ടാക്കണേ എങ്ങനെ അതില് മറ്റേ എക്സ്ട്രാ ജിഞ്ചർ ഗാർലിക് അങ്ങനത്തെ പേസ്റ്റുകൾ ഉണ്ട്, അതാണ് അതിന്റെ മണം. ഓക്കെ ഗൈസ്, നമ്മളെ വെളുത്തുള്ളി എങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു? വെളുത്തുള്ളി അല്ല ഉള്ളി. ഇതെന്താ വെളുത്തുള്ളി എന്നൊക്കെ കേൾക്കണേ? ചെവി കാണിക്കാൻ ടൈം ആയിക്കണ്ടോ? വെളുത്തുള്ളിയാ പറഞ്ഞത്. ആണോ? ഞാൻ ചൂട് ലേശം കുറച്ചു, കാരണം വെളിച്ചം നമുക്ക് സൂര്യപ്രകാശത്തിന്റെ ചൂട് വരുന്നുണ്ട്, അപ്പൊ ലേശം കുറച്ചിട്ടു. നാച്ചുറൽ ആയിട്ട് കുറച്ച് വരുന്നുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം നേരെ എടുത്താണ്ട് ഇതിക്കിടുക. കൊള്ളാല പരിപാടി നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് പറഞ്ഞു. നിക്ക് ഒരു പാത്രം തന്നാണ് ഒരു ചെറിയ വാണ്ടി എന്താ കൊടുക്കുന്നത്? ഇതാണ് ഈ പാത്രം. അത് പോടുന്നു. യൂട്യൂബിൽ നോക്കിയാൽ മറന്നോ? യൂട്യൂബിൽ നോക്കിയാൽ മറന്നോ? ഒന്നും മറന്നിട്ടില്ല ഗൈസ്. നമ്മൾ ഈ സാധനം എടുത്തിട്ട് നേരെ ഇതിക്കിടുക. ഒരു കൈ പൊള്ളല് കാണാം. പിടിച്ചാണ് മൂന്തട്ടോ സപ്പോർട്ടിന് ഫുൾ ടീമുണ്ട്. ഇവരൊക്കെ വാക്കാലുള്ള സപ്പോർട്ട് കേട്ടോ. ഇതൊക്കെയാ നയിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണേ. ഇജ്ജ് കെട്ടിട്ടില്ലല്ലോ ഒക്കെ കെടുത്തിക്കണ്. ഞമ്മളതോ ജമാത്താക്കിയോ? ഇതിൻ്റെത് ആർപ്പം നിൽക്കരുത്. ഞാൻ മോഡന്നെ കൊണ്ട് നിൽക്കൂല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു ഉറപ്പായി. ഇല്ല ഞാൻ സത്യം പറയും. ഇന്നെ സപ്പോർട്ട് ചെയ്യല്ലോ. സപ്പോർട്ട് ചെയ്യലാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഒരിക്കലും ഇല്ല. അവിടെ എന്താണ് എന്താ ആയതെന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്നുമില്ല ഗൈസ്, നമ്മൾ ആക്കണേ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട്, കാരണം ഇത് കിട്ടാണൊന്ന് മിക്സ് ചെയ്യാനാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിക്കാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒന്നുകൂടി അടുപ്പിലിടാനുള്ളത്. അടുപ്പില് പിന്നെ എന്തിനാണ് പൊട്ടാത് ചൂടാറാൻ വെക്കണത്? അതല്ല, ഇത് കൈ പൊള്ളി എനിക്ക് നല്ലോണം മിക്സ് ചെയ്യണതേ, മനസ്സിലായോ? എങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ. എടാ ഇത് വെറൈറ്റി ആട്ടോ. എനിക്ക് തോന്നുന്നു നമ്പർ 1 ആവുക. അങ്ങനെ അറിയല്ലേ കാര്യൊന്നും മാറണ്ട. അത് ഈ കജ്ജേര് ഇത് എനിക്ക് ഞാൻ അയക്ക് യോജിക്കണില്ല, ബാക്കിയൊക്കെ ഞാൻ യോജിക്കും അല്ലേ. മോണ്ടന്റെ എനിക്ക് കാണ്ടി തന്നെ കണ്ടിട്ട് അടച്ചിടലാണ്. ഒക്കെ വെറൈറ്റി ആണ്, നിങ്ങൾക്ക് അറിയില്ല. എവിടെ ഒരു ഉള്ളി കരിഞ്ഞു ആയിക്കോട്ടെ. ആ ഉള്ളി കരിഞ്ഞ് അതിനൊക്കെ വാണേനു. അപ്പൊ കരിഞ്ഞിട്ടാണ് വണ്ടി പറഞ്ഞിട്ടല്ല. ഏയ് അത്ര കരിയില്ല, നമുക്ക് ഒന്ന് വരട്ടി അപ്പൊ കരിഞ്ഞതൊക്കെ വലിച്ചെറിയോ? ഒരുപാടൊന്ന് കുഴയട്ടെ. ഈ തക്കാളി ഒന്ന് കുഴയാണ്ട്. അടച്ചും വെക്കുന്നില്ല കേട്ടോ. ആവിയില് അതിലാണ്ട് ഉപ്പിട്ടുള്ള എളുപ്പാവേ. ഞാൻ അവിടെ വരെ പോയി, എന്നിട്ടൊരു മണമല്ല. ഇനിയാണ് കഴിച്ച് നമ്മളെ പരിപാടിയായി. കണ്ട 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 മുളകോടെ എന്നാ കഴി പരിപാടി തുടങ്ങിട്ടോ. ചിക്കൻ മസാല നമ്മള് കുറച്ച് അളവൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഇതാക്കണ ഗൈസ്. ഇത് എന്താന്ന് വെച്ചാൽ ഇതാണ് എന്ത് കൊത്തമല്ലിന്റെ പൊടി. പിന്നെ ഗൈസ് മഞ്ഞൾപ്പൊടി വെക്കണേ നമ്മള്. ലേശം മഞ്ഞൾപ്പൊടി ഗൈസ്. കുരുമുളകിന്റെ പൊടി ഗൈസ് ലേശം ഒരു പൊടിക്ക് ഇട്ടിക്കണേ. പിന്നെ ഗൈസ് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് കളർ പൊടിയാണ്. അപ്പൊ നമ്മള് കുറച്ച് കൂടുതൽ ഇട്ടു. അതിന് മൂക്ക് കൊടുക്കും. ഇനി കണ്ടോ കണ്ടോ കണ്ടോ. ഇനിയാണ് പരിപാടി കണ്ടോ. ഇനി തല ഊച്ചലും മൂക്കലും കൊയക്കലാണോ ഹൈലൈറ്റ് അല്ലേ? ഇത് അതിലേറെ സൂപ്പർ ഇതാവുക ഇത് കണ്ടപ്പോ. പക്ഷെ ഇതിലെനിക്ക് അത് പോയി. ഇത് രസമുണ്ട്, അത് രസമല്ല. ഇത് രസമുണ്ട്. നമുക്ക് അങ്ങനെ ഇങ്ങനെ ആക്കിയാലോ? നമുക്ക് സ്റ്റേജ് അടിച്ചാൽ അരി അങ്ങോട്ട് കേട്ടോ. ഉപ്പടെ ആ മതി ഉപ്പ് പാക. ഓനൊക്കെ അളവൊക്കെ പക്കയാക്കി നിലത്തൊക്കെ അറിയുന്നുണ്ട്. ബാക്കി അതാണ്
അവിടെ അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുക. ഇതില് ഇടാനായിട്ടില്ല. ഇത് ഞാൻ എന്താ ഈ വള്ളി അതിനാണോ ചോറ്റി പറഞ്ഞ കഴിഞ്ഞ മുന്നേ മനസ്സിലായോ? ആ വെള്ളം ഓവറാവുന്നവനാണ്. ഒന്നും കൂടി കൊളായി. ഇജ്ജ് കണ്ടോ എന്നിട്ട് പറയും. ഇതിലിതും ഇഷ്ടപ്പെട്ടു. അതിനവിടെ ഫോണുമ്പോ കളിച്ചാണ് വേണമെങ്കിൽ കിട്ടും. ഓ ഗ്യാസ് അവസാനം നമ്മള് ചിക്കന്റെ ഇതൊക്കെ വരികയാണ്. ചിക്കൻ ഇടാൻ പോവാണ്. അനിയാ ഞങ്ങള് എന്റെ പണി കഴിഞ്ഞുട്ടോ. അന്റെ തുടങ്ങിയിട്ടില്ലല്ലോ. ഇന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സാധനം എടുത്താണ്ട്, അതായത് ഉള്ളി വയറ്റി എടുത്താണ് ഇനി നേരെ ഇതൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ നേരെ അണ്ടിപ്പരിപ്പ് മിസ്സൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നില്ലേ? അണ്ടിപ്പരിപ്പൊന്നും വേണ്ട നമുക്ക്. ചങ്ങായി തിന്നിയോ? ഇല്ല, അതാണ് നമ്മളിത് ഇനി ഒന്ന് മിക്സ് ആക്കണം. ഇങ്ങോട്ട് പോര് മിസ്സാക്ക അടുപ്പത്ത് പോര്. ഒരു സ്പൂൺ ഇട്ടോ അമ്മ. സ്പൂൺ ഉണ്ടല്ലോ അവിടെ. കയ്യാടാ രസവും. കയ്യല്ലേ രസം. നമ്മള് കേസ് ഇതങ്ങനെ ഒക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ചെയ്യണം. വേണ്ട മാമ, നാച്ചുറൽ ആയിട്ട് ചെയ്യണം. കണ്ടോ മുന്നൊക്കെ ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? കൊളായിന്നോ? ഇല്ല, സെറ്റ് ആവും. ഞാൻ ഉള്ളിയും ചിക്കനും വേഗം ഉള്ളിഞ്ഞ് വേഗൂല. ആ ലെവൽക്ക് തന്നെ കിട്ടും. കോയിന്ന് വെള്ളറങ്ങും. അങ്ങനെയൊക്കെയാണ് ശാസ്ത്രത്തിന് ഓരോ വളർച്ച. മറ്റോ മണത്ത് നോക്കി മണം പോരാ. പിന്നെ കണ്ടോ ഇവിടെ മണത്തിലാണ്. എവിടെ ഇവിടെ? ഞാനോ ഇവിടെ അവിടെ മണം നോട്ടെ, മണം നോട്ടെ. ഇട്ടു തരൂല. ഇവിടെ ആയിരിക്കൂല. ഇതൊക്കെ ഇന്റെ ആണ്. ഒറ്റക്ക് ഞാൻ തിന്നു. തിന്നണേ ഇന്റേതായി. ഇത് ഞാൻ മിക്സ് ആവട്ടെ. ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കൂടാന്നാ മതി. ഇനി അതിനാവശ്യത്തിന് ഞങ്ങൾ ഇട്ടോളാം അല്ലേ? അങ്ങനെ ഞങ്ങളെ മോണ്ട കൈയൊക്കെ കേക്ക് വന്നു. അതാണ് ആ കറിക്ക് ഏറ്റവും കൂടുതൽ രസം. ഇപ്പൊ ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ട് അല്ലേ മയ്യേ? ഇല്ലേ? എന്താ പറയാ, എപ്പോഴും ഇന്നെ കുറ്റം പറയല്ലേ. അപ്പൊ നമുക്ക് പ്രതികാരം അത് അപ്പക്കപ്പളെ പക പറഞ്ഞത് വീട്ടാലേ തന്നെയാണ്. അല്ല വെച്ചു കൊടുക്കാനില്ലല്ലോ. ഇതിന് വേഗോളം ഇങ്ങനെ അളക്കുവോ? വേഗോളം ഇങ്ങനെ അളക്കുവോ? അപ്പൊ മൂടിയക്കൂല. തെറ്റായി തോന്നുന്നുണ്ടോ സപ്പോർട്ട് ചെയ്തിട്ട്? ഇപ്പൊ ചെറുതായിട്ട് ചില നേരത്ത് നല്ല ബുദ്ധിമുട്ട് വരുമ്പോ മാറാൻ തോന്നും. ആ ഞങ്ങൾ ഇനി വെള്ളം കൊണ്ടൊക്കെ വരുന്നുണ്ട്. അളവുണ്ടോ? പറഞ്ഞോക്ക അളവൊക്കെ. അളവ് ഗൈസ് ഒരു നിശ്ചിത അളവ് ഇതിനില്ല ഗൈസ്. ഇന്റെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. നമ്മൾ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ്. വെയില് തെറിച്ചിട്ടുണ്ടോ? മുന്നേ എറിഞ്ഞു വിടുണ്ടോ കറി? ഓവറാവൂല. ഇല്ല. ഏയ് അങ്ങനെ അനുവിടെ ഓയിൽ ആഡ് ചെയ്തിക്കണ്. ഞാൻ ഓയിലൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഓയിലൊന്ന് ചൂടാവണ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മുട്ട വെയിലല്ലേ ഇവിടെ ഗൈസ്. അങ്ങനെ ഇതിന്റെ ചട്ടി ചൂടായിരിക്കുകയാണ്. ഇനി നമ്മളെ ചിക്കൻ എടുത്തിട്ട് പൊട്ടിത്തെറി ചിക്കൻ ആവും. പൊരിച്ചല്ലടാ, ഞങ്ങൾ എന്തേലും കാട്ടാതിന്റെ ചോക്കണം. ഇനി ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള മസാലകൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കാം. ഒന്നും വേസ്റ്റ് ആക്കരുത്. ആ മൂല്യാണ് നമ്മൾ പായാക്കരുത്. കണ്ടിട്ടുണ്ടാവുകൊണ്ട് ഇങ്ങനെ ഇറക്കി ശരിയാക്കി നമ്മളിങ്ങനെ ഇതാക്കാം. ഇതിൽ ലേശം വെള്ളമൊക്കെ ചേർക്കാൻ കേട്ടോ. അതിനൊക്കെ ടൈമുണ്ട്. ഇതാദ്യം ഒന്ന് സെറ്റ് ആവട്ടെ. സെറ്റ് നോക്കി വെക്ക്. ഒന്ന് ഇറക്ക്. ആ മൊത്തം ഇറക്ക്. കുറച്ചാണ് ഇത് സംഭവം വെള്ളം വരുവാനോ? അനുവിന്റെ മോണ്ടൻ കൊടുക്കൂലല്ലോ. ഏയ് ഇത് അല്ല ഗൈസ്, ഇത് നമ്മളിനി അടച്ചു വെക്കാൻ വേണ്ടി പോവാണ്. കാരണം അന്ന് അതിന്റെ ഉള്ളിൽ കടന്നിട്ടൊന്ന് ഇതാവണം, വെള്ളം ഇറങ്ങണം. തീ കുറച്ചാണോ കൂട്ടിക്കാണോ നോക്കുക. മോണ്ട അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇറങ്ങേണ്ടി വരും. ഞാൻ ഒരു കറി കേട്ടോ ഉണ്ടാക്കണേ. അതല്ലേ ഇതെടുക്കൂട്ടി. ഞാനൊരു ഗ്രേവി ടൈപ്പ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗ്രേവിനെ ഇറങ്ങിയ അല്ല ഇത് കറി
ഞാൻ ഗ്രേവിയാ. അപ്പൊ ഒറിജിനൽ ഇവിടെ കുട്ടി ഇതിന് കത്തുന്നില്ലല്ലോ. ഓനാ മതിന്ന് ഓനെ മതി. തീരെ കത്തുന്നില്ല അത്. കത്തുണ്ട് തേങ്ങ കത്തുണ്ട്. ഇപ്പൊ ഓഫാക്കി എങ്ങനെ ഇത് ഓഫാക്കിയിരിക്കുകയാണ്. ഓഫാണ്. സിമ്മിലിടിഞ്ഞു. എന്റെ തീമ കളിച്ചല്ലേ. നോക്ക കാട്ടി കൊടുക്കണ്ട കേട്ടോ. മൂടിയൊക്കെ നല്ല ഞാൻ അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ കത്തണില്ലാന്ന്. അമ്പടച്ചൊക്കെ മോണ്ടാ ഇപ്പൊ കത്തുണ്ടോ മോളെ? നേരം കടന്നീര് അത് കുഴപ്പമില്ല. ചൂടാവാൻ അങ്ങനെ ഉണ്ടാക്കണ്ടി കത്താതെ. അതിനൊക്കെ രേക്കണ്ട് കൈ. ഇപ്പൊ കത്തുണ്ട്. ചില നേരെ വെക്ക്. നേരെ ചോദിച്ചു. അല്ല മോണ്ടനോട് അത് വല്ലാണ്ട് പോരില്ലല്ലോ. അത് അങ്ങനെ ചെരിച്ചുമ്പോ അതിന്റെ ഇത് ഇതാ ചെറിയല്ലേ. ആരാ അങ്ങനത്തെ ഇതിലൊക്കെ ആക്കി ചെയ് പട്ടിയോ? എന്റെ എത്ര ടൈം ഇന്ത്യ കുറച്ച് ടൈം എടുക്കും ഗൈസ്. കാരണം ഇത് ആവിയായിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കണോ ഈർപ്പം. ഈ വെള്ളം ഞയ്ക്ക് ഇറങ്ങും. എന്നിട്ട് ഞാൻ ഇതാവും. എന്റത് ഞങ്ങള് ഒരു തീരുമാനമായിട്ടില്ല. കുറച്ച് ടൈം ആവും. വാവ്. ഇത് സെറ്റ് ഔട്ട് അനുവിന്റെ വെള്ളം പുറത്ത് കളടാ. ഒന്നുമില്ല അതിനെ സപ്പോർട്ട് ചെയ്യരുത്. നമ്മളെന്തിനാ തളരുന്നേ? അല്ല ശംന കണ്ടിട്ട് തന്നെ അടിപൊളി നല്ല സ്മെല്ലടാ. കിട്ടില്ല സ്മെല്ല്. കാണാൻ രസമുണ്ടായിട്ട് കാര്യമില്ല. ചേരുവകൾ പറ്റുമോ? ഇങ്ങനെ തിന്നാൻ ഇതിലൊന്നും കുടിക്കുമ്പോ ഇപ്പൊ തന്നെ ആയ മാതിരി തോന്നുന്നുണ്ട്. പച്ചർച്ചയാണേ. കുടിക്കാം അതാ പോണെ. നല്ല മണുണ്ട്. മോഡന്റീന് വേണം. ഇതോ അതെടാ രണ്ട് പിന്നെ മണക്കണം. അത് നല്ല മണം. അതല്ല അങ്ങനെ ഇത് തീ കത്തി തിളക്കട്ടെ. അപ്പൊ അതിനുണ്ടാവും മണം. അതിന് തീ ഇത് കത്തണ്ടേ? തീ കത്താത്തോണ്ട് അതിന് മണല്ലാത്തേ. കത്തി തീ കത്തുണ്ടോ? ഇപ്പൊ കത്തുണ്ട്. എന്നാ തിളക്കട്ടെ. അതിന് ആ മോഡന്റെ പക്ഷെ കുക്കറിന്റെ കുറച്ചിട്ടുക സൈഡാണ്. ഇത് കുറച്ചിട്ടുക. സൈഡൊക്കെ തീയുള്ളൂ. ആ മറ്റോ വെള്ളം വേണം. അങ്ങോട്ട് പോയിക്കണം. നമ്മള് തുള്ളി വെള്ളം ആഡ് ചെയ്യണ്ടോ? തുള്ളി ഇതിൽ കൊഴിച്ച് ഈ മസാല ആയിക്കോട്ടെ. അങ്ങനെ ആയാലും മതി. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ കൈ. അതന്നെ വെറുതെ അല്ലേ രസം കൂടുന്നത്. ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. അത്ര ഒഴിച്ചണ്ടടാ. അത്ര വേണ്ട. കുറച്ച് വേണ്ട. അല്ല വെള്ളത്തിൽ വേണ്ട. ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ. എടാ തുള്ളി ഒഴിച്ചാൽ മതി. ഇനി നമ്മള് തുള്ളി വെള്ളം എടുക്കാണ്ട് ഇതിൽ ഒഴിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ ഇക്ക് ഒഴിച്ചോടാ മസാല ഇട്ടിക്കോട്ടെ. ആ മതി 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 മതി. അതുണ്ടാവില്ല. ഫുൾ സപ്പോർട്ട് കഴിച്ചു പോലിക്ക്. ഇല്ല മുണ്ടല്ലേ നിങ്ങൾ മുണ്ടെടുത്തിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ മുണ്ടെടുത്ത് തന്നെ ഞാൻ അത് പഠിച്ചൊക്കെ വെറുതെ അല്ലെങ്കിൽ സ്പെയിനും കൂടി ഇല്ല എത്ര സപ്പോർട്ട്. ലേശം കൂടി വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടയാം. അടിയാം. അത് മതി. ഇനി ഗൈസ് ഇതൊന്ന് കടന്നാണ്ട് വേവട്ടെ കേട്ടോ. അപ്പൊ ആ വെള്ളം പോകുമ്പോ ഗ്രേവി ആവുമോ? ഇനി ഇല്ലല്ലോ. വെള്ളം പറ്റൂലേ? വെള്ളം പറ്റുവേ. പിന്നെയും പറ. അങ്ങനെ ഉള്ളിയും കൂടി ഒഴിച്ചാൽ വേണ്ട ചിക്കൻ വെയിറ്റ് ചെയ്യാ. ഇനിമ്മ ടൈം ഉണ്ടമ്മ. വെന്തത് മാത്രം ചോക്ക്. ഈ സാധനം നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഓക്കെ ഇനി ഇതിവിടെ ഇങ്ങനെ കിടക്കുക. കുറച്ച് നേരത്തിന് മമ്മ കണ്ടല്ലോ. കണ്ടു. കുറച്ച് നേരത്തിന് ഈ സാധനം ഇങ്ങനെ വെക്കുക. ഇനി ഇതൊന്ന് ടേസ്റ്റ് ആയി കഴിയുമ്പോഴല്ലോ മമ്മ ഇരിക്കേറ്റ് കയ്യും ചെരി ചോദിക്കും കേട്ടോ. അതിനെന്നല്ലേ ഇപ്പൊ ഉണ്ടാക്കണത് തിന്നാന്. മോണ്ട നമ്മളത് എന്തായി? മുന്നേക്ക് ഗൈസ് പെണ്ണ് സെറ്റായി തോന്നുന്നു. അവിടെ ചന്ദ്രനുണ്ടോ ചിലരുടെ അവിടെ? ജിമ്മിനും ഉണ്ടോ? ആരും പോകണ്ട. അത് ലൂസിലെ ടീഷർട്ട് ഇട്ടാണ്. നല്ല ലൂസിലെ ടീഷർട്ട് വാങ്ങി. അല്ല പിന്നെ കണ്ട ചക്കൻ ജിമ്മിനോണായിക്കൊണ്ട് കേട്ടോ ഗൈസ്. ഓന്റെ മേത്ത് മാറ്റം വന്നു. ഓൻ പറയണേ ഓൻ തിന്നുണ്ടാക്കിയ തടി കളയണല്ലാണ്. ഓൻ തിന്നുണ്ടാക്കിയ തടി കളയണില്ലാന്ന് പറഞ്ഞു ജിമ്മിന് ഓൻ പറഞ്ഞപ്പോ. 4 മാസം വെയിറ്റ് ചെയ്താ ഒന്നുകൂടി കൂട്ടി തരാം. സോറി. ഇനി നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. കാരണം ഇതൊന്ന് റെഡി ആവണം. അങ്ങനെ ഗൈസ് ഇന്റെ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞാണ്. ഇനിയല്ലേ നമുക്ക് കരിവേപ്പില കുറച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒന്നായിട്ടൊന്നും വേണ്ട. മതി. ഓക്കെ കരിവേപ്പിൻ്റെ എല്ലാം അങ്ങനെ ഇട്ടു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതിനുള്ളിൽ കടന്നിട്ട് ഒന്ന് വയറ്റട്ടെ അല്ലേ ശംന? അതിനല്ലേ പറയാ. ഒന്നാവട്ടെ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമുക്ക് കളിക്കളി ഞാൻ എങ്ങനെ കാട്ടി വെച്ചാണ്. ഇതോ കുത്തി ഉടച്ചുടച്ചുപ്പേരിയാണല്ലേ? അതാ ഞാൻ പറഞ്ഞ നിങ്ങളോട് ഗ്രേവിയാണ്. ഗ്രേവിയല്ല ഉപ്പേരി.
ഇതില് ചിക്കന്റെ കേബേജ് ഉപ്പേരി ഇല്ലാതെ വലിപ്പം ഉണ്ടാവും അജ്ജോ ലെഗ് പീസൊക്കെ കടക്കണ ഇത് വർക്ക്. കണ്ടോ ഞാൻ ഒരു ഇതില് ഗൈസ് ചെറിയ മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ കാലം ഒടിച്ചില്ലേ അത് ലെഗ് പീസ് അല്ല ആ എന്നാ അത് പീസാണ് ലെഗ് പീസ് കണ്ടോ ഇത് എവിടെ ഇതില്? എന്താ അറിയോ ബാംഗ്ലൂരിലത്തെ മസാല ഇവിടുത്തെ മസാല നല്ല വ്യത്യാസമുണ്ട് അത് ഞാനും പറഞ്ഞല്ലോ അതിന്റെ വ്യത്യാസമുണ്ട് കാരണം അവിടുന്ന് ഉണ്ടാക്കിയപ്പോ ഇങ്ങനെയല്ല വന്നേ ഒരു കറുത്ത കരിയ വന്നേ ഇത് മഞ്ഞ കളറായി അടുത്തത്തെ കുറച്ച് കാര്യത്തില്ല ഞാൻ വേറെ വജ്ജില്ല കുഴപ്പമില്ല ഇതെന്തായാലും തിന്നാൻ പറ്റും അത് ഓക്കെയാണ് തിന്നാൻ പറ്റായൊന്നുമില്ല ഞാൻ ചന്ത അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്. ആർക്കെ ഞാൻ ലാസ്റ്റത്തെ ഒരു ഐറ്റംസ് കഴിഞ്ഞു ഇനി ഞാൻ മുളകും പൊടി വെള്ളം ഇല്ലാതെ അവിടെ ഇവിടെ കട്ടൊത്തിക്കൂലേ ഞാൻ പറയുന്ന കേക്ക് എനിക്ക് രസം വന്നാ പോരെ ലാസ്റ്റ് എന്തായാലും ഞാൻ തിന്നൂലേ ഞാൻ ഫസ്റ്റ് നേരായി മുളക് ഇടുന്നു മറ്റേത് കൊറേ ഇപ്പൊ 2-3 വട്ടം മുളക് ഇട്ടില്ലേ 8ാമത്തെ തട്ടോ 9ാമത്തെ തട്ടാണ് മുളക് ഇടണല്ലേ അതാണ് അതിന്റെ ടേസ്റ്റ് ജിമ്മാണ് ഓയിലേറ്റ പറ്റൂല ഒരു കുപ്പി ഓയിൽ ചെയ്യുന്നു വെള്ളം വേണ്ട വെള്ളം വേണ്ട വെള്ളല്ല ചപ്പാത്തി കണ്ടീന്ന് 2 മതി ഇറച്ചി ആ 2 3 എന്തായാലും മതി ഇന്ത്യയിൽ കൈയിട്ടാണ്ടല്ലോ ഇത് തിന്നാ എന്തായാലും ഹോസ്പിറ്റലിലാണ് നിച്ചോർപ്പായി കാലിട്ടാലോ കൈ ടേസ്റ്റ് നോക്കട്ടെ വേണ്ട തരില്ല അത് പാത്രത്തിൽ വിളമ്പി തരും നമ്മള് ഗൈസ് ഈ സാധനം ഇതായി കഴിഞ്ഞാൽ ഇനി നേരെ നമ്മള് ചപ്പാത്തി ഇതാക്കാൻ വേണ്ടി എന്നാ അനു ചപ്പാത്തി ആയിക്കോ ചപ്പാത്തി എന്നാ മൈക്കെന്നാ അത് ഓഫാക്കിയോ ഇന്റെ കഴിഞ്ഞു ഇന്റെ പരിപാടി കഴിഞ്ഞു അല്ലേ പടച്ചോ ഇതിലിന്റെ പേര് എഴുതിക്കണോ കയ്യിലൊക്കെ എഴുതാണ്ട് വെള്ളം ഒഴിച്ചു അടുപ്പ് ഓഫാക്കി വെള്ളം ഒഴിച്ചോ ഓഫാക്കിയിട്ടൊന്നുമില്ല ഓഫാക്കിനി ഓഫാക്കില്ല ഞാൻ പറയുന്നത് കേക്കിന്റെ ശംന ഇത് എനിക്ക് തിന്നാൻ പറ്റും അറിഞ്ഞാ പോലെ കളയണ്ട കഴിച്ചിട്ട് കജ്ജും കാല് സത്യം പറഞ്ഞ കൊയ്യുന്നു നേരെ 1:30-2 സത്യം മണി പറഞ്ഞാ എന്താ അറിയോ മറ്റേ ഡയലോഗ് പറഞ്ഞോടാ എന്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുണിങ്ങട് വിടുക ആ തോന്നോ ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് ചപ്പാത്തി അത് എടുത്തച്ചിട്ടേ കല്ല് വെക്കാനേ ചപ്പാത്തി ഇടാനേ ഗൈസ് അങ്ങനെ നമ്മള് ഇതിന്റെ ചിക്കൻ നമ്മള് പുറത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ സാധനം നമ്മൾ എടുത്താണ്ട് ഇനി മാറ്റി വെക്കാണ് ഇത് ഇങ്ങനെ തന്നെ എടുത്താണ്ട് മാറ്റി വെക്കട്ടെ ഇത് എടുക്കാൻ മാറ്റി വെക്കാം അങ്ങോട്ട് വെച്ചാളോ നമ്മക്ക് തിന്നാൻ സാറല്ലോ ചവിട്ടി കളയെടുത്തിട്ടോ ഞാൻ അത്രക്കും അധ്വാനിച്ചിട്ടുണ്ടാക്കിയ സാധനമാണ് ആ പൂച്ചയുടെ തൊട്ടഞ്ഞും ഇവിടെ തുറല്ലോ ഇനി നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമുക്ക് കൈ കഴിക്കണം അതെ ഇവിടെ മോണ്ടനെ ഓഫ് ആക്കിയിട്ടില്ല മോണ്ട പിന്നെയും വെള്ളം പറഞ്ഞാക്കിക്കണ് വെള്ളം പറഞ്ഞ് തീ എത്തിച്ചേക്കണ് അപ്പം വിചാരിച്ച സ്റ്റേയിൽ കണ്ട് എത്തണമില്ല എത്തിച്ചിട്ടുണ്ടാവണമില്ല അതാണ് സത്യം നമ്മള് ഇനി ചപ്പാത്തി ചൂടാൻ വേണ്ടി പോകുന്നുണ്ടോ ചപ്പാത്തി ബാംഗ്ലൂർ ഇവിടെ ആകെ ഒറ്റ ബാത്റൂം അല്ലേ ഉള്ളൂ നമ്മള് ചപ്പാത്തി ചൂടാൻ വേണ്ടി പോകണ്ടോ ഇതെങ്കിലും റെഡിയായി അതിലും വേണ്ട ചപ്പാത്തി അല്ലേ സിമ്മില് ചപ്പാത്തി ഇട്ടാ സുബൈ കൊടുക്കും അല്ല ഞാൻ ഇതാ നടി മറിച്ചിടാ കൂട്ടിയൊക്കെ മറ്റേ കയ്യിലെവിടെ അമ്മമ്മയുടെ കയ്യിലാണത് ഞാൻ ഇവിടെ എടുത്തു തരാം എടാ നിക്ക് അതെങ്കിലും നല്ല ഇരിക്കുന്നോട്ടെ മസാല മാറ്റിക്കളാം എന്നാലും ചെലപ്പോ ആവി വെച്ചടാ എടുക്കാം ഇത് ആവില്ല ആത്മാവൊക്കെ നീച്ചൊക്കെ കൊടുക്കിട്ട് കൊറേരായി മോണ്ടനം തട്ടടി ഇത് ഓഫാണോ ഓണാണോ ഓൺ ഓൺ അല്ല ഇതിപ്പോ ഇങ്ങനെ ആക്കി ഇതെങ്ങട്ടാ ചെറുത് കുറച്ചു തീ കുറച്ചു മേടിയാണ് ആ ഓക്കെ ഇത് അടുക്കള കാണലില്ല അല്ലേ അതൊന്ന് വേഗട്ടെ ഒരു കുറവ് കുറച്ചേരം ഒന്ന് കാത്തൊക്കെ ഈ പൊള വരുമ്പോ തിരിച്ചില്ല വേണ്ട പാക്കറ്റ് ചപ്പാത്തിക്ക് എണ്ണ വേണ്ടി ആവശ്യമില്ലെന്നാണ് മുന്നേ പറയുന്നത് ഗൈസ് മുന്നേ ആക്കിയ രസാണ് ഞാൻ പറഞ്ഞേ ആണോ ആക്കിയ അല്ല, correct ഉണ്ട്. നോക്കി, ആയില്ലോ. അല്ല പപ്പടം മാതിരി. അപ്പൊ എനിക്ക് എണ്ണ ഓയിലിട്ട് പറ്റൂല ഓനൊരു ലിറ്റർ ഓനെ ഇതില് 1 ലിറ്റർ ഒഴിച്ചിക്കണ് അത്രക്കൊന്നും മുളക് പൊടി ഇടാ പിന്നെ ചപ്പാത്തിക്ക് മണം കുറച്ച് ആക്കിക്കളാ മുളക് പൊടി ഇടാ. ചപ്പാത്തിമേ മുരിഞ്ഞ മതി നിന്നു ഓ ഇത് കറക്റ്റ് ആയിട്ടോ ചപ്പാത്തി മാത്രം ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടിക്കൊട്ടാ വേഗം ആകും
എങ്ങനെ അത് ഇങ്ങോട്ട് വെച്ചാൽ ഞാൻ അത് കഴിച്ചു വെച്ചാൽ മോണ്ടന് ഇവിടെ ഇല്ലല്ല അവിടെ വെച്ചളാ ഇവിടെ വെച്ചളാ അവിടെ വെച്ചോ മോണ്ട എന്തേലും കാട്ടും ഇവിടെ ചെയ്യാൻ മോട്ടെ അയ്യോ അറിയോ ചപ്പാത്തി പൗതി വെന്ത് അവിടെ പോ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചപ്പാത്തി അമ്മായി ഉണ്ടാക്കണതിനേക്കാൾ നല്ലത് വേണ്ട ഞങ്ങൾ ഉണ്ടായിക്കൊണ്ട് അയക്കണ്ടിട്ടാ വേഗം ആക്കാനോ ആയിരം കൊണ്ടാ അനു മറിച്ചിട്ടില്ല ഇപ്പൊ മറിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ പോയിച്ചാണ് ചപ്പാത്തി ചിരിയൊക്കെ ആര് ആ നമുക്ക് ഒരു ദിവസം കട്ട്ലേറ്റ് ഇതാക്കണ് അമ്മായി ഇവിടെ നോളി കറുത്ത കട്ട്ലേറ്റോ നമ്മള് ചപ്പാത്തിമാരേ ഉള്ളൂ ലാസ്റ്റ് എത്തിയപ്പോ ഒക്കെ കൊയങ്ങിക്കണ തോന്നുന്നുണ്ട് മോന്റെ അടുത്തേക്ക് വാ ഇതിന്റെ മാറിയിട്ട് അത് വേണ്ട വേണ്ട അത് നമ്മള് ഒന്ന് മതി ഒരു മുറി മതി ഇജ്ജ് തിന്നോ. ഒരാൾക്ക് മാണ്ടാനാ കരിയേപ്പിന്റെ എല്ലാം ഇട്ടെങ്കിൽ അതിന്റെ ടേസ്റ്റിൽ ഇറങ്ങി ഇതിലേക്കും ടേസ്റ്റ് ഉണ്ട് അതന്നെ കരിയേപ്പിന്റെ ഇല്ല ഇനി കഴിച്ചാൽ മതി വേണ്ട വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം അനക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ ഇജ്ജ് അടുക്കള കേട്ടിട്ടില്ലല്ലോ പൊരിച്ച് കഴിഞ്ഞിട്ടും നാരങ്ങ വെച്ചാൽ ടേസ്റ്റ് വരും അത് മന്തിന്റെ മുകളിൽ കൂടെ മന്തിന്റെ ഉൾക്കൂടെ കൊച്ചിനീമ കൂടി ഒഴിച്ചാ ആ, ഇനി. നല്ല രസാ അതും സുർക്കൊക്കെ ഒഴിച്ചാ നല്ല ടേസ്റ്റ് ആയിക്കാരം നിങ്ങൾ ഉണ്ടാക്കുമ്പോ കാട്ടിക്കൊണ്ടിയേ ഓ ഇവരെ ചക്കട്ടൊക്കെ പോയാല് കത്താതിരി നിങ്ങൾ രസല്ലാന്ന് അറിയില്ലേ പക്ഷെ ചട്ടിയൊക്കെ കാലിയാവും ചേച്ചു അല്ലേ എന്തറിയോ നമ്മൾ തിന്നല്ല വേറെ രക്ഷല്ല വേറെ സാധനം തിന്നല്ല ആ അങ്ങനെ അനുവിന്റെ കുക്കിങ് ഫുള്ള് കഴിഞ്ഞ് മോണ്ടന്റെ ഇപ്പൊ വേഗാൻ നിക്കാണ് വേഗാനൊന്നുമില്ല കഴിഞ്ഞിങ്ങനെ എന്റെ ഗൈസ് ഞാൻ ഡെക്കറേഷന്റെ വർക്കിലാണ് അൾട്രേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒപ്പം കൂടെ നിന്നവളായിരുന്നു ഗൈസ് ഷംന ഓളിപ്പോ ലാസ്റ്റ് കൈമാറി ഇപ്പൊ ഓന്റെ ഡെക്കറേഷന് കൂടി കൊടുത്തിക്കണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷംന പറഞ്ഞോടുത്താ എന്താ കാരണം ഞാൻ എന്താ വെച്ചാല് ഇതിന് കോലം കണ്ടിട്ട് പറഞ്ഞു ഞാൻ അതെന്താട്ടാനാ ഞാൻ ഒരു കാര്യം പറയട്ടെ വലിയ കണ്ടേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ് ബാംഗ്ലൂരിലത്തെ മസാല ഇവിടുത്തെ മസാല ഒന്നാമത് വ്യത്യാസമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ ബാംഗ്ലൂർ ചിക്കൻ എന്നാണ് ഞാൻ പറയാൻ വിചാരിച്ചത് ഇപ്പൊ ഇതിന് ഞാൻ വേറൊരു പേരിട്ടു പോയി ചെതറിയത് ചമ്മലാളിങ്ങനെ ഈ കൊല്ലത്തെങ്ങും തോട്ടത്ത് പോയി ഇതല്ല ഇത് കഴിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പ്ലാനില്ലോല് ബിരിയാണിക്ക് മസാല ആയിട്ട് കൂട്ടാം അതായത് അങ്ങനെ ഒരു വിഭവം ആയിക്കണേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ കഞ്ഞിയായി സത്യാണ് ഇത് പക്ഷെ സെറ്റ് ആട്ടോ ഇത് സെറ്റാണ് അനുവിനിപ്പ കൊണ്ടുപോയ പൈസ കാര്യം മനസ്സിലായില്ലേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഞാൻ കഴിച്ച് ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉണ്ടാക്കി ഇതുവരെ നോക്കില്ല 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ ഇവനുണ്ടായിരുന്നു ഇവനക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ചായന്റെ വെള്ളം പോലും ഉണ്ടാക്കാൻ അറിയില്ല ഇത് ഇന്നലെ യൂട്യൂബ് കുത്തുന്ന പഠിച്ചാണ് സത്യം അല്ല ഞാൻ ഇന്ന് രാവിലെ സാധനം വാങ്ങാൻ പോയില്ലേ അപ്പൊ എങ്ങനെ ജസ്റ്റ് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി ഒരു വീഡിയോ കണ്ടു എന്നിട്ട് ഉമ്മമാക്ക് പറഞ്ഞു കൊടുത്തു ഉമ്മ ഇങ്ങനെ ഇടണം എന്ന് പറഞ്ഞു കൊടുത്തു അത് കാണാൻ പഠിച്ചു അത് ഉണ്ടാക്കി ഇത് കഴിച്ച് ഉമ്മ ഇവിടെ ചപ്പാത്തി കൂട്ടാ ചപ്പാത്തി കരിഞ്ഞൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല വേണ്ടേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു നീളത്തിൽ ഇതാക്കി കൊച്ചു വട്ടത്തിലും ഡെക്കറേഷൻ ചെയ്തു എനിക്ക് ഡെക്കറേഷൻ ഒന്നുമില്ല ബാംഗ്ലൂരിൽ എന്ത് ഡെക്കറേഷൻ ആ അതെങ്കിലും പോകുമ്പോഴേ ഇജ്ജ് പോകുമ്പോ എന്നെ കൊണ്ടുപോകണം ഇമാതിരി കറി അവിടെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കി തരും തരില്ല അവിടെ പോയി കാര്യം തന്നെ ഞാൻ പറഞ്ഞ എന്താ അത് ബാംഗ്ലൂരുകാര് ഇത് ബാംഗ്ലൂരുകാർ ഉണ്ടാക്കിയ ചിക്കൻ അല്ല ഞാൻ അവിടെ പോയി ഉണ്ടാക്കിയപ്പോ അത് ബാംഗ്ലൂർ ചിക്കൻ കെതി കെട്ടിട്ട് കോഴിക്കറി ഉണ്ടാക്കൂല ചിക്കൻ കറി അല്ലേ മുന്നേ അല്ല പിന്നെ പൂമോളെ ചപ്പാത്തി തിന്നാൻ പറ്റൂ അമ്മായിനോട് ചൂടാമ അതല്ലേ കറി ചപ്പാത്തിക്കിലെ കറിയായി ഞാൻ അമ്മായി നാളെ തേങ്ങാപ്പാലുണ്ട് അച്ഛന് ഞാൻ ഇതിനൊരു പേരിട്ടു കോഴിക്ക് പിരാന്ത് ഇളകിയിട്ട് ചിക്കി ചനക്കിയ കറി ആയിക്കോട്ടെ എന്ത് തേങ്ങ വേണമെങ്കിലും ഇട്ടോളി രസമല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ആ അതന്നെ അതൊന്നും വേണ്ട ചപ്പാത്തിക്ക് കറിയായി ഓ ചപ്പാത്തിക്ക് നിങ്ങൾ എല്ലാരും കഴിച്ച് ഇന്റെ കറിമൊക്കെ ഇവരെല്ലാം വരിക ആ ഞാൻ തരില്ല ഞാൻ നോക്കട്ടെ ഡെക്കറേഷൻ അതിപ്പോ കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കും ഓനുണ്ടായാലും കുട്ടി ഉണ്ടാവും ഡെക്കറേഷൻ രസമല്ലാത്തുള്ളൂ ബാക്കി ഈ നാരങ്ങി മുറിച്ചിങ്ങാട് വെക്ക് നാരങ്ങ മുറിച്ച് വെക്കടാ മല്ലിച്ചപ്പം പൊതിന് കൂടി മല്ലി ദിവസം അല്ലേ 2 കരിയേപ്പിൻ്റെ ഇങ്ങനെ പിച്ച് വെക്കട്ടെ കൊണ്ടാ അനുവാ 2 കരിയേപ്പിൻ്റെ ഇങ്ങനെ മോൾക്കിട്ടല്ലേ 2 മതി മതി ഒരു 4 വെച്ചാൽ ഇത് കുഴപ്പമില്ല മറ്റേ ഒറിജിനൽ എക്സ്പ്രഷൻ വൗ സൂപ്പർ
അങ്ങനെ ഗൈസ് നമ്മളെ ഞാൻ കാട്ടിത്തരാം. ഞാൻ ഇന്റെ ഡിഷ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. ചിക്കൻ റോസ്റ്റ് ആണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നി ഇത് കടൽ തീരത്തെ ഒരു ഇതിന് വന്നി അല്ലേ? ഗൈസ് മണം തന്നെ നമുക്ക് എല്ലാവരും മണം ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാ. അല്ല ഒക്കെ 2 പ്ലേറ്റ് ആക്കട്ടെ എന്നിട്ടാ ഇത് ഇങ്ങനെ ഇതാക്കി കഴിക്കണം. പ്ലേറ്റ് ആക്കണല്ലേ? എന്നാ ഇത് മണം എങ്ങനെയുണ്ട്? മണം അടിപൊളിയാണ്. ഞാൻ എടുക്കട്ടെ. ഉമ്മമാന്റെ മണം എങ്ങനെയുണ്ട്? അടിപൊളി. യെസ് ഉണ്ട്. എന്നാ ഇനി ഷംന ഞാൻ മണത്തതല്ലേ എല്ലായിടും ഉമ്മ പഴിച്ചിട്ടാണോന്ന് അറിയില്ല. Adjust ചെയ്യാമോ? അതൊന്നല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി തിന്നാൻ നേരത്ത് പഴിച്ചിട്ടായോണ്ട് രസം ഉണ്ടായിരുന്നു പറയാ ഇതിൻ്റെത്. ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ ചപ്പാത്തി തിന്നാൻ കറി പോകണ്ടതായി. ഞാൻ എന്താ പറഞ്ഞേ, ചപ്പാത്തിക്ക് എല്ലാവരും ഇന്റെ ഒപ്പം വരും. പക്ഷെ തിന്നു നോക്കിയിട്ട് ഉമ്മ എന്നെ പറയണേ. അത് ഞാൻ എപ്പോഴും പറയും ചപ്പാത്തിക്ക് എന്തെങ്കിലും കറി വേണ്ടേ. വിലങ്ങുന്നാലും വേണ്ടില്ല. അല്ല എനിക്കൊരു പാത്രം തരുമ്പ അനുവിന്റെ മൈക്ക് ഡെക്കറേഷൻ പാത്രം. പറ്റണ ചപ്പാത്തിയാ ഷാനുവിന്റെ പറയും മോണ്ടന്റെ രസമുണ്ടേ. പക്ഷെ അനുവിന്റെ അന്റെ ഞാൻ പറഞ്ഞില്ലേ വേവ് ഏറെ അത്ര കുഴപ്പമുള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നും. ഇത് രസമുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. എടി പെണ്ണെ ചപ്പാത്തിക്ക് കറി വേണ്ടേ. പക്ഷെ ഞാൻ ശരിക്കും കഴിച്ച് ഇതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എനിക്ക് അതിന്റെ ടച്ച് വിട്ടുപോയി. ശരിക്കും ഞാൻ വേറെ ഉദ്ദേശിച്ചത്. എന്താ പറയാ, നമ്മളൊക്കെ പറയുമ്പോ മോണ്ട എവിടെയാണ് ഒന്ന് ഇറങ്ങി നമ്മളും അറിയണമെന്ന് കേക്കണ്ടേ. നിങ്ങൾ പറയുന്ന മൈക്കല്ല, ഞാൻ അവിടുന്ന് ഉണ്ടാക്കിയത് എന്താണ്, ഞാൻ ഒറ്റക്കായിരുന്നു. പക്ഷെ അവിടുത്തെ മസാല വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നത് അതാണ്. കജ്ജ് കഴിച്ചല്ലേ. ഓ ഇനി എങ്ങനെ കഴിച്ച് ഇത് നമ്മൾ എടുക്കാൻ ഞാൻ കാണിച്ചു. ഇത് പിടിച്ചടി അല്ല ഇതൊക്കെ മാറ്റി കൂടെ പറഞ്ഞു ഒക്കെ മാറ്റി. കണ്ടോ കറി വരുന്ന കറി വരവ് കണ്ടോ. ജ്യൂസി ആൻഡ് സ്പൈസി ചിക്കൻ കൊണ്ട് പറഞ്ഞോർക്ക് വിവരിച്ച് ഇത് കൊള്ളാട്ടോ. ഇത് തരില്ല മുന്ന വെച്ചോണ്ടാ പച്ചളത്തിൽ ബുക്ക് ചെയ്താലും കുഴപ്പമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എന്താ വെച്ചാ പറഞ്ഞോ. ഞാൻ നാമക്കാനൊക്കെ വരുവാടാ. ഞാൻ തിന്നു. പക്ഷെ രസം ഉണ്ടാവും കേട്ടോ. ഡെക്കറേഷന് അല്ല അങ്ങനെ തിന്നരുത്, അങ്ങനെ തിന്നരുത്, ഇപ്പൊ തിന്നരുത്. ഒരു സ്പൂണ് ഞാൻ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എനിക്ക് ഡെക്കറേഷൻ ഒന്നും വേണ്ട. അല്ല ഫോട്ടോ അല്ല എന്തായാലും ഗ്യാസ് ഓഫ് ആക്കിയോ? ഉപ്പാഞ്ഞിട്ടേ പഞ്ചാരല്ല ഇത് ഒരു ഡെക്കറേഷൻ വേണ്ടിട്ടേ. ഉപ്പ് കുറച്ച് മുളകും പൊടി ഒരു ഇട്ടൂടേനോ. ഓനതും കേട്ടു. റിവ്യൂ പറയാം. നല്ല രസമുണ്ട്. അല്ല ചപ്പാത്തി ഒക്കെ പാടെ തിന്നണേ. അങ്ങനെ കഴിച്ച് നമ്മളെ കുക്കിംഗ് വ്ളോഗിന്റെ കുക്കിംഗ് പരിപാടിയും കഴിഞ്ഞു. ഇനിയുള്ളത് തിന്നണ കാര്യത്തിലാണ് അല്ലേ മമ്മ? അതെ. കഴിക്കാൻ റെഡിയാണോ? ആ റെഡിയാണ്. എന്താ ഉണ്ടാക്കിയെന്ന്? എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചപ്പാത്തി ആ പിന്നെ കോഴിയോണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്. ഞാനും മോണ്ടന് കോഴിയോണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി അല്ലേ? ആ. ഇപ്പൊ ഗൈസ് ഞങ്ങൾ എല്ലാരും ഇവിടെ അങ്ങനെ വട്ടത്തിൽ ഇരിക്കാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനം, ഇത് മോണ്ടൻ ഉണ്ടാക്കിയ സാധനം. ഇമ്മ പിന്നെ ചപ്പാത്തി ചുട്ട് തന്നു. അപ്പം നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ടേസ്റ്റ് ചെയ്തിട്ട് ഇവരെ റിവ്യൂ എടുക്കലാണ്. ആദ്യം മുന്നേ തുടങ്ങി ഇവരെ കൊണ്ട് തീറ്റിച്ചാണ്. മുന്നേ ഒരു സൈഡ് ഇവിടെ തുടങ്ങണ്ടേ? മോണ്ടന്റെ മോണ്ടന്റെ ഉള്ളി ആണോ? ആ ഓ മോണ്ടന്റെ ടീമല്ലേ ഓള്. ഓ അങ്ങനെ. അപ്പൊ ഗൈസ് മോണ്ടന്റെ ഇന്റെ തിന്നു. അത് ഇത് കാണുമ്പോ തന്നെ രസമുണ്ട്. കാണുമ്പോ തന്നെ ഒരു ഭംഗിയുണ്ട് ഇന്റെ എന്നാ പറയുന്നത്. ഞാൻ മനസ്സിൽ കണ്ട പോയി ഇത്. അപ്പൊ ഗൈസ് ഇവരെ കൊണ്ട് നമ്മൾ തീറ്റിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ രണ്ടു തിന്നു. എന്നാ ചപ്പാത്തി ആദ്യം ആരാത് കഴിക്കണേ? ആരും കഴിച്ചു. ചപ്പാത്തിയും രണ്ട് സാധനം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മമ്മാക്ക് പല്ലില്ലാത്തോണ്ട് ഇതിന്റെ ഇത് നോക്കണം. അതായത് തിന്നോക്കി തിന്നല തുടങ്ങിക്കോളി. എന്നാ ചപ്പാത്തി ഇതാ പീസ് ഇട്ട മുന്നേ എടുത്തോളി. അത് കൂട്ടി കഴിക്കിട്ടോ. അങ്ങനെയല്ലേ തിന്നേണ്ടിയത്. അത് തിന്നാൻ കുറച്ച് നേക്കുണ്ട്. എല്ലാരും കഴിക്കും, എല്ലാരും കഴിക്കും. ആഹ്ലാദിക്കുവിൻ, ആർമാദിക്കുവിൻ.
ആർക്ക് ആദ്യം മുന്നേ റിവ്യൂ ആദ്യം മുന്നേ തിന്നല് തുടങ്ങിക്കണേ ആദ്യം മുന്നേ ആരതാണ് കൂട്ടണേ മോണ്ടന്റെ ജെന്യൂൻ റിവ്യൂ അറേ പാളിയോ ഞാനുവിന്റെ അഡ്ജസ്റ്റ് ചെയ്യാന്നാ നീ ഇന്ത്യയും എന്തൊക്കെയോ ഒരു കുറവുണ്ട് ഇജ്ജ് കൂട്ടിയിട്ടാണോ മുളക് പൊടി ഇല്ല നിനക്ക് തിന്നല്ലേ ഇന്ത്യതാ താങ്ക് യു അപ്പൊ മുന്നണ്ടിയില് ടെസ്റ്റില് ഞാൻ പാസ്സായിരിക്കാണ് ഇനി നമുക്ക് ഉമ്മമാന്റെ റിവ്യൂ ഉമ്മമാന്റെ രണ്ടും വേറെ നമ്മൾ തിന്നാത്ത ടൈപ്പ് ആരുടെ തിന്നണേ അനുണ്ട് ആ ഇത് ഇന്റതാണ് അറിയോ ഇതാൻ്റെ ഇത് തിന്നു ആണോ ചപ്പാത്തി കൂട്ടി തിന്ന് നോക്കിമ്മ ഒരു ചപ്പാത്തിന്റെ കണ്ടം കീറി എന്നിട്ട് അത് മോണ്ടന്റെ ആദ്യം കൂട്ടി ഒരു ചപ്പാത്തി കീറാൻ അറിയില്ലല്ലോ ആ എന്നിട്ട് മോണ്ടന്റെ അതിൽ മുക്കി എന്നിട്ട് കടിച്ചെടുത്ത് തിന്നാണി ആ ഇനി വേറൊരു കണ്ടം കീറി എന്നിട്ട് ഇന്ത്യന്റെ ഉള്ളി അടക്ക രസമല്ല എന്നിട്ട് ആരതാണ് ഇതെന്ന് പറയും കുറ്റായിട്ട് പറയാനൊന്നുമില്ല എൻ്റെ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട് എൻ്റെ ഇന്റത് ഓക്കെ ഇത് കുറ്റം പറയാനില്ല ചപ്പാത്തി തിന്നാ ഉഷാറാണ് ചപ്പാത്തി സാറാണ് അപ്പൊ ഇമ്മാന്റെ ടെസ്റ്റിലും മാർക്ക് കൂടുതൽ എനിക്കാണ് ഇനി ഷംന നമ്മളെ ടീമാണ് ജെന്യൂൻ റിവ്യൂ അറിയണേ അറിയുള്ളൂ ഒറ്റ കടിക്ക് പറയല്ലേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ എല്ലെന്നിട്ടാണ് കുറ്റം പറയും അറങ്ങാല ടൈമൊക്കെ തരുന്നു കേട്ടോ നിശബ്ദത തിരിയിലറിയാ ഞാൻ കല്യാണം കഴിഞ്ഞേക്കണ ഇങ്ങനെ കറി ഉണ്ടാക്കിന് ആണോ പിന്നെ ഇനി ഗൈസ് ഇന്റത് രസമുണ്ട് അതില് മസാലകളുണ്ട് ഇത് പിന്നെ ഇട്ടില്ലേ രണ്ടാമത് ഇട്ടിട്ടില്ല ധനുവിന്റെ ആയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ആണോ അൽഹംദുലില്ലാ ഷെഫ് എന്നാ ഇനി നമുക്ക് ഗൈസ് ഇമ്മാന്റെ റിവ്യൂ ആണ് ഉമ്മച്ചിന്റെ റിവ്യൂ എങ്ങനെയുണ്ട് നോക്കട്ടെ നിശബ്ദത എങ്ങും നിശബ്ദത തിന്നണൊക്കെ ഒന്നുമില്ലെങ്കിൽ ഉപ്പും മുളക് കൂടി പൊടിച്ചാ മതി അല്ലടി ചപ്പാത്തി തിന്നാ കറിയായി നോക്ക് കുറച്ച് നല്ലോണം മസാല കഴിക്കണം എരിവ് നല്ലോണം കുറ്റം പറയാൻ മാത്രമൊന്നുമില്ലടാ എന്താ പറയാ മസാല മാറിക്കാണല്ലേ അവിടുത്തെ ആ ചിക്കൻ ഞാൻ വാങ്ങിയ ചിക്കൻ മസാല വേറെ തോന്നുന്നുണ്ട് ആണോ എന്നാ ഇനി പോട്ടെ ഇനി ഇമ്മ ഇന്റെ തിന്നിട്ടില്ല എന്നാലും കളയൊന്നും വേണ്ട തിന്ന ആ ചിക്കൻ മസാലിന്റെ കമ്പനി ഒന്നും കാട്ടി കൊടുക്കല്ലോ കേട്ടോ നല്ല ബ്രാൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയോ ഞാൻ നോക്കട്ടെ തിന്നിട്ട് കണ്ണീരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കട്ടെ ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയപ്പോ എല്ലാരും പറഞ്ഞ എന്നോട് അടിപൊളിയാണ് എന്തൊക്കെയാ പാടിച്ചു പറ്റി അല്ല കൈസ് ഞാൻ ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കിയപ്പോ എല്ലാരും പറഞ്ഞ അടിപൊളിയായിരുന്നു പക്ഷെ ഇത് അതേപോലെ കിട്ടി ഇത്ര കുറ്റം പറഞ്ഞിട്ടുള്ളൂ എന്നെ അത്രയും അറിയുന്നുണ്ട് മാറി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതല്ലെങ്കിൽ പക്ഷെ ഇത് എന്തോ മിസ്റ്റേക്ക് പറ്റി കുറച്ചിട്ടാ മതി പിന്നെ ബാക്കിയൊക്കെ ഇത് പേനം കാട്ടിയാണ്ടല്ലോ ഇതിപ്പോ എന്താ എല്ലാവർക്കും അറിയണത് ഇപ്പൊ ഇത് അനക്കന്നെ അറിയാം ഇത് നോക്കാം ഇതും അതായിട്ട് പറ്റിയത് ആണോ കുറച്ചെടുക്ക് നമ്മൾ കുറ്റായിട്ട് ഇജന്നെ വന്നിട്ട് ഒന്ന് കാണും അതതിന് അനുവിനി നിന്നണോ ഇതൊന്ന് അനക്ക് തന്നെ മനസ്സിലാവും ഏതാണ് അല്ലേ എന്നൊക്കെ ശരിയാലേ അടിപൊളിയല്ലോ കുറ്റം പറയാനില്ല എന്നാലും ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോ ആനുവിന്റെ അവിടെ മുന്നിലതാ എന്താ കണ്ണാണില്ല എനിക്ക് നോക്കട്ടെ ഗൈസ് അനുവിന്റെ എന്താ മട്ടെന്ന് ഇവര് പറയുന്ന അത്രക്കൊക്കെ ഉണ്ടോക്കട്ടെ ഞാന് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് കേട്ടോ കൈക്ക് ഉള്ളിൽ പോയി വാതിലടച്ചിട്ടാ ഞാനും കാണൂല ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇങ്ങനത്തെ ഒരു പരുവത്തിനെ ഉണ്ടാക്കി കഴിച്ചില്ല എന്തേലും കേട്ടിക്കണെങ്കിൽ ആ പരിവർത്തനം പാളി പോയി ഉണ്ടാക്കിയ കരുതിയ ഇതുണ്ടല്ലോ
ഇത് ചിക്കന്റെ ടേസ്റ്റ് അല്ല, ഇത് മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് കൈവേ അതോന്റെ കൈവേ ഇത് അതിന്റെ ടേസ്റ്റ് ആണ്. അതിനെ ചിക്കൻക്ക് അതൊക്കെ ഇടുവേ എപ്പോഴാ കോഴിക്കറിയില് ഇല്ല അവിടെ ഇടൂലേ, ബാംഗ്ലൂരിൽ ഇടൂല. കാരണം പൈസ മുതലാക്കാലോ. അതിന്റെ റിവ്യൂ അതെ എങ്ങനെയുണ്ട്? സംഭവം സെറ്റാണ്. ഇവിടെ പറഞ്ഞ വായിക്കണ്ടേ, എനിക്കിടല്ലേ ഞാൻ സഹിച്ചണ്ടേ. അനുവിന്റെ കുറച്ച് വെറൈറ്റി സംഭവമാണ്. ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സാധാരണക്കാര് നമ്മള് സാധാരണക്കാര് വലിയ ഫാസ്റ്റ് ഫുഡ് ഒന്നല്ല, സാധാരണക്കാരെ ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞമ്മളുണ്ടാക്കോളുമ്പോ നമ്മള് സാധാരണക്കാരാണ്. ഈ ഒരു അയ്യോ തിന്ന് ഞാൻ തിന്ന ഓ തിന്നാണ് പപ്പ നോക്കിട്ടില്ലേ? ആണോ? ആ ഇനി മുന്നാണ് നീച്ചാ മുന്നേ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഞാൻ ഉണ്ടാക്കിയ മുന്നേ തിന്നല്ലോ. ഗൈസ് സംഭവം അടിപൊളി കേട്ടോ. അത് മറ്റേ എനിക്ക് മറ്റേ ഇത് തിന്ന ഫീലില്ലേ? ഏത് നമ്മള് മറ്റേ കടൽ തീരത്ത് പോയിട്ട് കടലത്തെ ഫുഡുകൾ കഴിക്കൂലേ? ഏത് ഇതിലേതാ? അനുവിന്റെ ഏയ് ഇല്ല, ഇപ്പം പറഞ്ഞ ചെമ്മീനൊക്കെയാണ് അല്ലേ? ചെമ്മീന്റെ ഒരു ചോയ ഇല്ല, ചമ്മനക്കില്ല. നല്ല കോഴി നല്ല കോഴി. നിങ്ങൾ ഗൈസ് എനിക്ക് തോന്നിയ കാര്യം, പക്ഷെ ഇത് വേറെ ലെവല. എടുക്കണ നോക്ക്, ഇന്ത്യ എടുക്കണ നോക്ക്. തിന്നാ എടാ ടേസ്റ്റ് ഇതിനെ അപേക്ഷിച്ച് ടേസ്റ്റ് കുറവാകുന്നുള്ളൂ, പക്ഷെ രസമുണ്ട്. രസമുണ്ട്, പക്ഷെ കുറച്ച് ഒരു മുളകിന്റെ എരിവിന്റെ കുത്ത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അതായത് എനിക്ക് ഓൾറെഡി അതിന്റെ ടച്ച് വിട്ടുപോയി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടക്കിടക്ക് ഉണ്ടാക്കുവാനി, പക്ഷെ ആ വീഡിയോന്റെ തുടക്കംപാടെ കാരണം എടാ എത്ര ബാംഗ്ലൂരാണ് അത്? തുടക്കം മുഴുവൻ ബാംഗ്ലൂരാ. പാവം ഓനുണ്ടല്ലോ രസമല്ലാണ്ടപ്പോ എന്റെ മോറിന്റെ ഷേപ്പ് ഇത് കണ്ടില്ലേ? അതേ പിന്നെ എനിക്ക് ഒരു പ്രശ്നമല്ല. രസമില്ലെങ്കിൽ എന്താ? പക്ഷെ ഞങ്ങൾ കണ്ടെന്റെ മുഖം രസമില്ലെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇതിന് കഴിച്ച് പ്രതികാരം കിട്ടും. കാരണം എന്താ അറിയോ, ഞാൻ ഇത് ഒന്നും പാടെ ഞാൻ കാണാപ്പാടെ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ തരും. അപ്പൊ ഒന്നുകൂടി കഴിച്ചോ. ഞങ്ങൾ ഓരോരുത്തരും വരിയിലും വേണ്ട ഉണ്ടാക്കിയിട്ടേ, എന്നിട്ട് ഞങ്ങളത് തിന്നു, എന്നിട്ട് ഇത് മാറ്റി പറയും. രസം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. കാണിച്ചല്ല, ഇത് കഴിച്ച് ഞാൻ അതിനോട് ഒന്നും പാടെ ഉണ്ടാക്കും. റിസ്വാൻ രക്ഷപ്പെട്ടു. ഉണ്ടാക്കും. എന്നാ ഇജ് നോക്ക്, എന്താ മട്ട നോക്ക്. ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്തേലുമൊക്കെ സാധനം ഉണ്ടാക്കണേ, സത്യത്തിൽ കേട്ടോ. ഞാൻ തിന്നിട്ടില്ല, എന്താ അഭിപ്രായം നോക്കട്ടെ. കൊറേ തിന്നുമാർ രസമുണ്ട്. നമുക്ക് ആദ്യം ആണോ കൊറേ തിന്നുമ്പോ രസം എന്നാണ് പറയണേ. നമ്മള് ഗൈസ് ആദ്യം തന്നെ ചപ്പാത്തിക്ക് കറി വേണ്ട. കറിയല്ലേ? ആ ഗ്രേവിയൊന്നും നടക്കൂല. ചപ്പാത്തി ഇതില് കറിയൊന്നും ഇല്ലല്ലോ അല്ലേ? ആ ചപ്പാത്തിക്ക് കറി വേണ്ട. എല്ലാരും തിന്നണേ നോക്കിയാ കറി കാര്യമായിട്ട് മോട്ടന്നെ എടുത്തു ഫുള്ളിന്റെ കേട്ടോ. എന്താ ചപ്പാത്തി തിന്നണ്ടേ? നമ്മളിന്ന് ചോറ് വെച്ചിട്ടില്ലല്ലോ, അപ്പൊ കടിയുണ്ട്, അപ്പം കറിയുണ്ട്, 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 എല്ലാ സാധനങ്ങളും ഉണ്ട്. ചപ്പാത്തി തിന്നണ്ടേ? ചപ്പാത്തി എങ്ങനെയാലും മുണിങ്ങിറങ്ങേണ്ടത്. അതിലെ കറി വേണം. നമ്മള് ഗൈസ് നീ മോണ്ടൻ ടീം തുടങ്ങുകയാണ്. ഇതിന് കിട്ടി അല്ലാതെ നിങ്ങളുണ്ടല്ലോ പോലൻ ടേസ്റ്റ് ആണ്. നിങ്ങൾ പാത്രമൊക്കെ ഉണ്ടല്ലോ കൈ കൊണ്ട് നക്കിയെടുത്തിന്. നോക്കട്ടെ, ഞാൻ മോണ്ടന്റെ സാധനം ചെക്ക് ചെയ്താണ്. ഞാൻ തന്നു. ആ പേരൊക്കെ എടുത്തു തന്നുണ്ട്. ഞാൻ പറയാനും വെച്ച കിട്ടിയില്ലേ? രസമുണ്ട്. അതായത് ആരെടുത്ത് ആരാണോ റോട്ടിൽ കൂടെ ആരോ എന്തോ പറഞ്ഞിട്ട് പോയി. രസമുണ്ട് ഗൈസ്. നീ ഇന്ത്യയും കൂടി ഒന്ന് തിന്നോട്ടെ. അപ്പൊ ഞാൻ തിരിച്ചോടാ നോക്കട്ടെ, രസത്തിന് കുഴപ്പമില്ല, ഇതിന്റെ അപേക്ഷിച്ച് രസം. നോക്കട്ടെ ഇന്റെ തിന്നോട്ടെ. മുളകിന്റെ ഒരു കുത്ത്. ഉമ്മ തൊലക്കട്ടെ. എന്താ പോട്ട, എന്താ പോട്ട. അല്ല അമ്മായി പറയണം അല്ലേ? ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഗൈസ് ഉള്ളി മറ്റേ വയറ്റ് ഇതാക്കിയാണ്, അതുകൊണ്ട് കുറച്ചൊരു മധുരം പോലെ ഒരു നല്ലൊരു ടേസ്റ്റ് പോലെ. നല്ലൊരു ടേസ്റ്റ്. ആ ഒരു ഇതുണ്ട്. ഇതുപോലെ വെളിച്ചെണ്ണ ഒടിയില്ലല്ലോ. ഇതില് മസാല ഇട്ട് വെളിച്ചെണ്ണ ഒടിയിച്ചിട്ട് തന്നെയല്ല. വെളിച്ചെണ്ണ ഒടിയിച്ചാണ് എപ്പോ നല്ല വെളിച്ചെണ്ണ. ഇപ്പൊ പാകത്തിന് വെളിച്ചെണ്ണ ഒറ്റ ഒറ്റട്ടോ അതിനും മാല അത് 100 വട്ടോ.
എന്റെ ചിക്കനോ നമുക്ക് കൊറേ എന്റെ ചിക്കൻ കണ്ടിട്ടും പെറ്റ് കൊറേ സ്റ്റൈൽ കണ്ടിട്ടാലും കൊറേയൊക്കെ ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഈ നാരങ്ങ കൂടി ഒഴിക്കാം നല്ല ടേസ്റ്റ്. ഞാൻ ഞാൻ ഓനോട് പറഞ്ഞു ഞാനോ ഇത് അതല്ല പോ. നമ്മളെ കുക്കിംഗ് വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അങ്ങനെ ഫുഡൊക്കെ പാസിംഗ് ഒക്കെ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വ്ലോഗ് ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു കാര്യം കൂടി 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായി അയക്കണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം. അതിൽ നമുക്ക് എല്ലാവർക്കും ബൈക്ക് 6 ലക്ഷം ആവാനായി അയക്കണേ. 5 അയക്കണേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഷംന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം. നീ ചെന്നു വേണ്ട മോൻക്ക്.